അവിടൊക്കെ മൂത്രത്തിന്റെ വാട പേടിയാവുന്നു. -1 -2 രാവിലെ തണുപ്പ്, ഒന്നും പറയണ്ട. ട്രെയിൻ മൊത്തമാരിത് വൃത്തികേടാക്കിയിരിക്കുകയാണ് കണ്ടല്ലേ. ശരിക്കും എന്ത് വൃത്തികേടല്ലേ, എന്തിനാണല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യണേ? പബ്ലിക് പ്രോപ്പർട്ടി ഒക്കെ തച്ചടച്ച് ചില്ലയിലൊക്കെ കല്ലെറിഞ്ഞ് പൊട്ടിച്ച് അന്നേരം അവന്മാരെന്നെ തെറി വിളിക്കുന്ന പോലെ എന്തോ ഒരു സംഭവം പറഞ്ഞിട്ട് പോയി. രാവിലെ 7 മണി. നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ ആരുമില്ല. ചെക്കൗട്ട് ചെയ്യാനായിട്ട് ചാവി ഇവിടെ വെച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിരുന്നു. ചാവി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് തുറക്കത്തില്ല എന്നും പറഞ്ഞായിരുന്നു. എന്നാലും നമ്മൾ ട്രൈ ചെയ്യാണ്. തുറക്കില്ല. തുറന്ന് പുറത്തിറങ്ങി പോകാനായിട്ട് ഇതിലിവിടെ വേറൊരു വഴിയുണ്ട്. ഒരു പിൻവശത്തുകൂടെ വേണം പുറത്തിറങ്ങി പോകാനായിട്ട്. പിൻവശത്തൂടെ പുറത്തിറങ്ങി പോകണം എന്നൊക്കെയുള്ള കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ഇന്നലെ ഈ ഹോട്ടലിൽ വന്നപ്പോൾ തന്നെ അവരെന്നോട് പറഞ്ഞിരുന്നു. കാരണം ഇവിടെയുള്ള പല ഹോട്ടലുകളും രാത്രിയിൽ ഒരു 10 മണി മുതൽ രാവിലെ ഒരു 8 മണി വരെ സ്റ്റാഫൊന്നും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ഈ മോട്ടൽസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇല്ലേ, അതങ്ങനെയാണ്. സോ അങ്ങനെ നമ്മൾ ഹോട്ടലിൽ ചാവി വെച്ച് നേരെ പുറത്തിറങ്ങി. ഈ കാണുന്നത് നമ്മുടെ പ്ലോവ്ഡിവ് റെയിൽവേ സ്റ്റേഷനാണ്. നമ്മുടെ ഈ യൂറോപ്പ് യാത്രയിൽ ആദ്യമായിട്ടാണ് നമ്മൾ യൂറോപ്പിലെ ഒരു ട്രെയിനിൽ കയറാൻ പോകുന്നത്. ഇവിടെ നിന്ന് 8 മണിക്ക് എനിക്ക് സോഫിയ എന്ന് പറയുന്ന ബൾഗേറിയയുടെ തലസ്ഥാന നഗരത്തിലേക്ക് ഒരു ട്രെയിനുണ്ട്. ആ ട്രെയിനിലാണ് ഞാനിന്ന് കയറാൻ പോകുന്നത്. യൂറോപ്പിൽ മുഴുവൻ ഏത് ട്രെയിനിൽ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എനിക്ക് കയറിപ്പോകാം. അതിനെ പറ്റിയ ഒരു ടിക്കറ്റാണ് എൻ്റെ കയ്യിലുള്ളത്. EU റെയിൽ പാസ് എന്ന് പറഞ്ഞത്. ഞാൻ കഴിഞ്ഞ ദിവസം അതിനെപ്പറ്റി പറഞ്ഞിരുന്നു. EU റെയിൽ പാസ് ഉള്ളതുകൊണ്ട് ഓൾറെഡി പൈസ കൊടുത്തിട്ടുണ്ട്. ഏകദേശം 1 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. 3 മാസം എനിക്ക് യൂറോപ്പിൽ ഏത് ട്രെയിനിലും എപ്പോൾ വേണമെങ്കിലും അൺലിമിറ്റഡ് ആയിട്ട് യാത്ര ചെയ്യാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഞാൻ സുജിത് ഭക്തൻ. ഞാൻ ഇന്ത്യയിൽ നിന്നും യൂറോപ്പ് വഴി UK വരെ, ലണ്ടൻ വരെ ബൈ റോഡ്, അതായത് ട്രെയിനും അതേപോലെ തന്നെ ബസ്സും പബ്ലിക് ട്രാൻസ്പോർട്ടും ഒക്കെ ഉപയോഗിച്ച് ലാൻഡ് ബോർഡേഴ്സ് ക്രോസ് ചെയ്ത് KL to UK എന്ന് പറഞ്ഞൊരു യാത്ര നടത്തുകയാണ്. KL to UK യാത്രയുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. യൂറോപ്പിലെ അതിപുരാതനമായിട്ടുള്ളൊരു രാജ്യമാണ് ബൾഗേറിയ എന്ന് പറയുന്നത്. അതായത് BC 7000 കാലഘട്ടം മുതൽ ഇവിടെ ആളുകൾ ജീവിച്ചിരുന്നു എന്നുള്ള കണക്കുകൾ രേഖപ്പെടുത്തിയ ഒരു സിറ്റിയാണ് പ്ലോവ്ഡിവ് എന്ന് പറയുന്നത്. ആ പ്ലോവ്ഡിവിൽ ഇപ്പോഴത്തെ റെയിൽവേ സ്റ്റേഷൻ ബിൽഡിംഗാണ് ഈ കാണുന്നത്. വളരെ മനോഹരമായിട്ടുള്ള കെട്ടിടം. അപ്പോൾ രാവിലെ 8 മണിക്ക് ഇവിടുന്ന് ട്രെയിനുണ്ട്. എങ്ങനെയാണ് EU റെയിൽ പാസ് വെച്ച് നമുക്ക് ഫസ്റ്റ് യാത്ര ചെയ്യുക എന്നൊക്കെ നമുക്ക് നോക്കാം. എൻ്റെ ആദ്യത്തെ യാത്രയാണ്. സോ റെയിൻ എൻട്രൻസ്. നമുക്കിവിടെ അകത്തേക്ക് കയറി പോകാനായിട്ട് വേറെ ടിക്കറ്റ് ചെക്കിങ്ങോ പരിപാടികളൊന്നുമില്ല. എല്ലാം ട്രെയിനിൽ തന്നെയാണ് പരിപാടികൾ. സോ ഐ ഹാവ് ദിസ് EU റെയിൽ പാസ്. സോ ഐ നീഡ് ടു ബുക്ക് ദ സീറ്റ് റിസർവേഷൻ. ഓക്കെ, യാ, ടുമോറോ ദിസ് വൺ, സോഫിയ ടു ഗോർണ. യാ യാ, ഗോർണ ടു റൂസെ. ഞാൻ അവിടെ പോയിട്ട് ആ ചേച്ചിയോട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റ പാട്. എനിക്ക് സോഫിയയിൽ നിന്ന് നാളെ മറ്റൊരു സ്ഥലത്തേക്ക് ബുക്കറസ്റ്റ് പോകാനുള്ള എന്താ പറയുക, ഇത് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, സീറ്റ് റിസർവേഷൻ വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ പറഞ്ഞ അവസാനം അവർക്ക് മനസ്സിലായി. കാരണം അവർക്ക് ഈ EU പാസ് ഉപയോഗിച്ച് ടിക്കറ്റ് കൊടുത്ത് ശീലമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്കിപ്പോൾ 5ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോകണം. അപ്പോൾ ഇവിടെ എവിടെയാണ് 5ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്ന വഴി? അതിലൊരു ചായ വല്ലതും വാങ്ങിച്ചായിരുന്നൊക്കെ പിള്ളേരായിരുന്നു. ഇവിടെ ചായ കിട്ടുമോ അറിയില്ല. നോക്കട്ടെ, എന്തെങ്കിലും ചായ കാപ്പിയോ എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ. Hi, do you have a latte? Latte. Espresso. Tea? No tea? Chai? No. Tea? Ne, espresso. Only espresso. Okay, 1 espresso. How much? 86. എന്ന് പറഞ്ഞാൽ എത്ര? How much എന്ന് പറഞ്ഞാൽ എത്രയാ ചേച്ചി? How much? മണി. ഇതാണ് എസ്പ്രസോ ഷോട്ട്. എനിക്ക് 150 രൂപയുടെ കാപ്പിയാണത്. 150 രൂപയുടെ കാപ്പി എനിക്ക് ഇച്ചിരി ഉണ്ട്. എസ്പ്രസോ ഷോട്ട് എന്ന് പറയുമ്പോൾ അങ്ങനെ ആയിരിക്കുമല്ലോ അല്ലേ? കഴിച്ചിരിക്കുന്നു എൻ്റെ അമ്മോ. ഞാൻ താഴെ വന്നപ്പോഴത്തേക്കും ഒരു അണ്ടർ പാസ്, നമ്മളെ പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്ന വഴിയാണ്. ഇവിടെ എന്താ ഫുഡൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ ഇന്നത്തെ ആയിരിക്കുമോ കണ്ടിട്ട് ഇന്നത്തെയാണെന്ന് മനസ്സിലാകുന്നില്ല. വേണ്ട, പൂത്തൊക്കെ ഇരിക്കുന്നു, കഴിക്കണ്ട. ഇതാണ് 5ാമത്തെ പ്ലാറ്റ്ഫോം. അന്നേ ഇത് നമ്മളെ നാട്ടിലെ റെയിൽവേ സ്റ്റേഷനെക്കാട്ടി കണക്കാണല്ലോ, കഷ്ടമാണല്ലോ. ഒരു വൃത്തി ഇങ്ങനെയൊന്നും ഇല്ലല്ലോ. അവിടെ ഇവിടെ സീർട്യൂറ്റികൾ. നമ്മുടെ നാട്ടിൽ മുറുക്കി തുപ്പുന്നതാണെങ്കിൽ ഇവിടെ മൊത്തം സീർട്യൂറ്റികളായിരിക്കും എല്ലായിടത്തും. പ്ലാറ്റ്ഫോമിൽ വന്നു. ഇവിടെ നിന്നൊന്നും ഇവിടെ എഴുതി വെച്ചിട്ടൊന്നുമില്ല എന്താണ്, എങ്ങനെയാണ്, എങ്ങോട്ടാണെന്നുള്ളതൊന്നും. ഇവിടെ ഒരു ട്രെയിൻ കിടപ്പുണ്ട്, പക്ഷേ അത് അടച്ചിട്ടിരിക്കുകയാണല്ലോ. ഇത് എന്താ സംഭവം? ഒരു ഡിസ്പ്ലേ ബോർഡ് പോലും ഇല്ല കേട്ടോ, ഒന്നുമില്ല കേട്ടോ.
എൻ്റെ പൊന്നെ എന്ത് എന്ത് കഷ്ടമായത്. ഇതെങ്ങോട്ട് പോകുന്ന ട്രെയിനാണോ ആവോ? ട്രെയിനിലൊക്കെ ഗ്രാഫിറ്റി ആണോ, ഡിസൈനാണോ, അത് കളറാണോ, ഇത് ഇങ്ങനെയാണോ, എന്താ സംഭവം മനസ്സിലാവുന്നില്ല. ഇതെന്ത് ഇങ്ങനെ? ഇത് ആരാണ്ട് പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ, അല്ലേ? ഇതല്ലാതെ ഇങ്ങനെ ഡിസൈൻ ഒന്നും ആയിരിക്കില്ലല്ലോ. സോഫിയ ഓക്കെ ഓക്കെ, അവിടെ വരുമെന്ന് അപ്പുറത്ത്. എന്നാലും നോക്കി ഇത് കണ്ടു, ആ ട്രെയിനൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളി ഡിസൈനൊക്കെ പോലെയുണ്ട്. പക്ഷേ ഇതൊക്കെ ആ ട്രെയിനിൻ്റെ മേളിൽ ഈ ആളുകൾ ഈ ഗ്രാഫിറ്റി വർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്ന് പറയുമ്പം ഈ ഗ്രാഫിറ്റി എന്ന് പറയുന്നത് ചില സ്ഥലത്ത് ആർട്ട് വർക്കായിട്ടൊക്കെ ചെയ്യും, പക്ഷേ ചില സ്ഥലത്ത് അത് ഈ പ്രതിഷേധവും പ്രൊട്ടസ്റ്റും ഒക്കെ ആയിട്ട് കുറേ ആൾക്കാർ ഈ പബ്ലിക് പ്രോപ്പർട്ടികൾ വൃത്തികേടാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന കുറേ സംഭവങ്ങളൊക്കെയാണ് ഈ ഗ്രാഫിറ്റി വർക്ക് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇതിപ്പം കണ്ടിട്ട് എന്താ പരിപാടി എന്ന് അറിയില്ല. അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യൂ പ്ലീസ്. രാവിലെ കൊടും തണുപ്പാട്ടോ ഇവിടെ, -1, -2 രാവിലെ തണുപ്പ്. ഒന്നും പറയണ്ട. ഈ ജാക്കറ്റ് ഇട്ടിട്ട് ഇതിങ്ങനെ ഫുൾ മൂടിപ്പറിച്ചിട്ടാലേ പറ്റുള്ളൂ. ഈ തൊണ്ടയൊക്കെ തണുപ്പടിച്ച് കഴിഞ്ഞാൽ മൊത്തം പ്രശ്നമാവും. എൻ്റെ പൊന്നൊന്നും പറയേ. നമ്മളെ ഈ യൂറോപ്യൻസിന്, നമുക്ക് ഇന്ത്യക്കാർ നമ്മളെപ്പോഴും നമ്മൾ കുറ്റം പറയത്തില്ലേ, നമ്മൾ ഇന്ത്യയിൽ എങ്ങനെയാണ് നമ്മളെല്ലായിടത്തും തോന്നിയപടി വരച്ചെടുത്തും വൃത്തികേടാക്കും, മറ്റതാക്കും, മർത്താക്കുമെന്ന്. ഇതൊക്കെ അങ്ങ് യൂറോപ്പിലും അമേരിക്കയിൽ വരെ ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. കണ്ടില്ലേ നോക്കി, റെയിൽവേ സ്റ്റേഷനിലൊക്കെ എഴുതി അവിടെ ഇവിടെയൊക്കെ എഴുതി വൃത്തികേടാക്കി ഇട്ടിരിക്കുന്നത് കണ്ടില്ലേ. അങ്ങനെ ഒരു ട്രെയിൻ വരുന്നുണ്ട്, മിക്കവാറും അതായിരിക്കും നമുക്ക് പോകേണ്ട ട്രെയിൻ തോന്നും. നമുക്ക് സീറ്റ് കിട്ടുമോ എന്താണെന്നൊന്നും അറിയത്തില്ല. ഇത് എവിടെ നിന്ന് വരുന്ന ട്രെയിനാണെന്നും എനിക്കൊരു ഐഡിയ ഇല്ല. എന്തായാലും കയറി നോക്കാം എന്താ പരിപാടി എന്നുള്ളത്. ഇതൊരു ട്രഡീഷണൽ ട്രെയിനാണല്ലോ, നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ലോക്കോ ഒക്കെ ഉള്ള ട്രെയിൻ. പഴയ ഒരു ലോക്കോയാണ് അല്ലേ, ചെറിയ കുഞ്ഞു ട്രെയിനാ. ദൈവമേ, നിർത്തുമോ? സീറ്റുണ്ടോ? സീറ്റ് റിസർവേഷൻ ഉണ്ടോ? ഇതും ഗ്രാഫിറ്റിയാ മൊത്തത്തിൽ ട്രെയിനിൽ. എന്തിനാണോ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. വി നീഡ് ടു സീ വെദർ വി ഗെറ്റ്. അയ്യോ, ഇവിടെ കയറാം. ഇടയ്ക്ക് ആരോ വിളിക്കുന്നു. ആക്സിസ് ബാങ്കൊക്കെ എന്തിനാ ഇപ്പം എന്നെ വിളിക്കുന്നേ? എടുക്കാം, കുറച്ച് കഴിഞ്ഞെടുക്കാം. അപ്പോൾ ട്രെയിനിൽ കയറി ഞാൻ ഇവിടെ ഒരു സീറ്റ്, ഏതൊരു സീറ്റ് ഇവിടെ എങ്ങനെ പരിപാടി ഒന്നും അറിയത്തില്ല. ചിലപ്പോൾ റിസർവേഷൻ ഉണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ കാണിക്കുമെന്ന് തോന്നുന്നു. ഒന്നും കാണിക്കുന്നൊന്നുമില്ല, വലിയ തിരക്കൊന്നുമില്ല. ഇത് കുറച്ച് പേര് ഇങ്ങോട്ട് നോക്കി നിൽക്കുന്ന ഇതിലും കുറച്ച് പേര് അങ്ങോട്ട് നോക്കിയിരിക്കുന്ന രീതിയിലൊക്കെയാണ് ഇതിൻ്റെ സീറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ വൈഫൈ ഒക്കെ ഉണ്ടോയെന്ന് അറിയില്ല. വൈഫൈയുടെ സിമ്പിളൊക്കെ കാണാം, ഉണ്ടോ? സാധാരണ സീറ്റ്. ഇനിയിപ്പോൾ ഇതിനകത്ത് വേറെ എന്തെങ്കിലും ക്ലാസ്സോ വ്യത്യാസമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും നമുക്ക് ഇവിടെ ഇരിക്കാം. ഞാൻ ഇങ്ങനത്തെ ഒരു സീറ്റ് എടുത്ത് നമുക്ക് പുറത്തൊക്കെ കണ്ടിരിക്കാമല്ലോ. വിളിച്ചത് ഇൻഷുറൻസിൻ്റെ ആൾക്കാരാണ്. എൻ്റെ ഒരു ഇൻഷുറൻസ് ഉണ്ടായിരുന്നു, അത് റിന്യൂവലിൻ്റെ സമയമായി എന്നും പറഞ്ഞുകൊണ്ട് കൗണ്ടറിൽ നിന്ന് ഞാൻ മുമ്പേ ഒരു സീറ്റ് റിസർവേഷൻ ചെയ്യുന്നത് നിങ്ങൾ കണ്ടില്ലേ. ഇതെന്താ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ EU റെയിൽ പാസ് ഉണ്ടെങ്കിലും ചില ട്രെയിനുകളിൽ നമ്മൾ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ സീറ്റ് റിസർവ് ചെയ്യണം. അതായത് ചില ട്രെയിനിൽ കമ്പൽസറിയാണ്. ഞാൻ ഇപ്പോൾ ട്രാവൽ ചെയ്യുന്ന ട്രെയിനിൽ കമ്പൽസറി ആയിരുന്നില്ല, പക്ഷേ ഉച്ചയ്ക്കുള്ളൊരു ട്രെയിനിന് കമ്പൽസറിയാണ്. അപ്പോൾ അതിന് നമ്മൾ ചെറിയ പൈസ കൊടുക്കേണ്ടി വരും. ഇതിപ്പോൾ എനിക്ക് ഒരു ബൾഗേറിയൻ പൈസ ഉണ്ട്, ആ സാധനം കൊടുക്കേണ്ടി വന്നത് ഏകദേശം 50 രൂപ. ചിലയിടത്ത് 10 യൂറോ 20 യൂറോ ഒക്കെ ചില ട്രെയിനിൽ നമ്മൾ കൊടുക്കേണ്ടി വരും. അത് സീറ്റ് റിസർവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഫീ ആണ്. ചില ട്രെയിനിൽ നമുക്ക് സീറ്റ് റിസർവേഷൻ ഇല്ലാണ്ട് കയറാൻ പറ്റില്ല. അപ്പോൾ അതാണ് ഞാൻ മുമ്പ് അവിടെ ചെയ്തത്. അപ്പോൾ നമ്മുടെ ട്രെയിൻ വിട്ടു. 8:05 വിട്ടിരിക്കുന്നത്. യൂറോപ്പിലൊക്കെ ഓൾമോസ്റ്റ് പെർഫെക്റ്റ് ടൈമിങ്ങിലൊക്കെ ആയിരിക്കും ട്രെയിനിലേക്ക് ഓടുന്നതെന്നാണ് അറിയുന്നത്. നമുക്കിനി കണ്ടു നോക്കണം എങ്ങനെയൊക്കെയാണെന്നുള്ളത്. പ്ലാറ്റ്ഫോമിൻ്റെയൊക്കെ വർക്ക് നടക്കുന്നതേ ഉള്ളൂ ഇവിടെ പലയിടത്തും. ഇവരുടെ എല്ലാ ട്രെയിനിലും ഇത് തന്നെയാണുള്ള അവസ്ഥ. നോക്കിയേ, ഇത് കണ്ടില്ലേ, ആ ട്രെയിനിൽ പോലും ഇത് ഇങ്ങനെ ഗ്രാഫിറ്റി ചെയ്ത് വെച്ചിരിക്കുകയാണ്. കണ്ടോ, ഇത് കംപ്ലീറ്റ് ആളുകളുടെ പരിപാടിയാണ് കേട്ടോ. എന്താവസ്ഥയല്ലേ ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കിനും. നമ്മുടെ നാട്ടിലെങ്ങനെയൊന്നും ആരും ചെയ്യത്തില്ല. ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവൻ അകത്ത് കിടക്കും. അതുപോലത്തെ നിയമമല്ലേ നമ്മുടെ അവിടെ. ഇന്ത്യൻ റെയിൽവേയുടെ നിയമങ്ങളൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് അല്ലേ. ഏതോ ഒരു മല ഇങ്ങനെ കയറി അതിൻ്റെ ടോപ്പിൽ എത്തിയെന്ന് തോന്നുന്നു. ഇവിടെ ഫുള്ള് സ്നോ വീണ് കിടപ്പുണ്ട്. അടിപൊളിയേ. പക്ഷെ എൻ്റെ അമ്മ ഇപ്പം മൊത്തം മഞ്ഞ്. ഇതാണ് ഞാൻ കാണാൻ ആഗ്രഹിച്ച യൂറോപ്പ്. എന്താല്ലേ, എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമുണ്ട്, തണുത്തുറഞ്ഞ് ഐസായി കിടക്കുന്ന ഒരു നദിയുടെ മേളിൽ കൂടെ നടക്കണം എന്നുള്ളത്. അതെനിക്കിതുവരെ പറ്റിയിട്ടില്ല എവിടെയും. അതാണ് എൻ്റെ അടുത്ത വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത്. പുറത്ത് ഭയങ്കര തണുപ്പാട്ടോ. കൈയുടെ ഗ്ലാസ് വെക്കുമ്പോൾ തന്നെ നമുക്ക് ആ തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. അച്ചാല് തണുപ്പാണ് പുറത്ത്. ഇത് 2 സൈഡിലും ഇതേപോലെയാണ്. ഇവിടെയും അപ്പുറത്തും എല്ലായിടത്തും ഇതേപോലെ. പൊളിച്ച് ആ മലയുടെ മേളിലാണിത്. ഇപ്പം നമ്മൾ മലയൊക്കെ ഇറങ്ങി കുറേ താഴേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കിനും ഫുള്ള് ഈ പറഞ്ഞ പോലെ വെളുത്ത് നിൽക്കുന്ന ഇലകളുള്ള, മഞ്ഞ് വീണ് കിടക്കുന്ന ഇലകളുള്ള മരങ്ങളും അങ്ങനത്തെ ഒരു സംഭവമാണ് കാണുന്നത് മൊത്തം. ഇത് എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. എവിടെ നോക്കിയാലും കുറേ അബാൻഡൻഡ് ബിൽഡിങ്ങുകൾ പോലെ. അബാൻഡൻഡ് ബിൽഡിങ് തന്നെയാണ്.
പഴയ കെട്ടിടങ്ങളും അതും ഇതൊക്കെ ഇഷ്ടംപോലെ കാണാൻ പറ്റുന്നുണ്ട്. സത്യം പറഞ്ഞുണ്ടല്ലോ 1980-കളിൽ ഇന്ത്യയിലൂടെ യാത്ര ചെയ്യുന്ന ഒരു ഫീലാണ് എനിക്കിപ്പോൾ കിട്ടുന്നത്. ഈ വാഗണൊക്കെ നോക്കി, തടിയുടെ പഴയ വാഗൺ, നമ്മൾ ഈ വാഗൺ ട്രാജഡി എന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ടില്ലേ, അതുപോലത്തെ സമയത്ത് അന്തക്കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്ന പോലത്തെ വാഗണുകളാണ് നമുക്ക് ഈ കാണുന്നതൊക്കെ. ഇത്രയും പഴക്കമുള്ള സംഭവങ്ങളൊന്നും നമുക്ക് ഇന്ത്യയിൽ ഒരിക്കലും കാണാൻ പറ്റില്ല കേട്ടോ. വീണ്ടും ഒരു അബാൻഡൻഡ് ഫാക്ടറിയോ ബിൽഡിങ്ങോ എന്തോന്ന്, അബാൻഡൻഡ് ബിൽഡിങ്ങുകളുടെ ഒരു സ്ഥലമാണ് കേട്ടോ ഇത് മൊത്തം. ഈ ട്രെയിൻ ഭയങ്കര എഴച്ചിലാണ് കേട്ടോ. എഴച്ചിലെന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, എത്ര നേരം ഇരിക്കുന്ന ട്രെയിൻ, ഭയങ്കര എഴച്ചില്ല. ഏതൊരു ആളൊഴിഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി നിർത്തി. ഇവിടെ ആരും ഇറങ്ങുന്നുമില്ല, ആരും കയറുന്നുമില്ല. അവിടെ ഒരു സ്റ്റാഫ് നിൽപ്പുണ്ട്, അവരുടെ യൂണിഫോം കണ്ടില്ലേ, അവർ ആ സാധനം പൊക്കി കാണിച്ചു, നമ്മൾ ട്രെയിൻ വിട്ട്. ഇതൊരു അപ്പാർട്ട്മെൻ്റ് ആണോ? എന്താ സംഭവം ഇത്? അപ്പാർട്ട്മെൻറ്റ് ബിൽഡിംഗ് ആണോ? അടിപൊളി. ഇങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിച്ച ആദ്യം എന്തൊരു ഫാക്ടറി ആണെന്ന്. ഇപ്പോഴാണ് മനസ്സിലാകുന്നത് ഒരു അപ്പാർട്ട്മെൻറ്റ് ബിൽഡിംഗ് ആണ്. അവന് കഥകം ചെല്ലൊന്നും ഇല്ല. കംപ്ലീറ്റ് സ്ട്രെയിഞ്ച് ആയിരുന്നു കേട്ടോ. ഇതുവരെ ട്രെയിനിലായിരുന്നു കണ്ട കാഴ്ചകളൊക്കെ. അങ്ങനെ നമ്മൾ സോഫിയ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എത്തും. അങ്ങനെ നമ്മൾ സോഫിയ എത്തി. സോഫിയയിൽ ഏതോ ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. ഇത് ഏത് സ്റ്റേഷനാണെന്നൊന്നും എനിക്കറിയത്തില്ല, എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയത്തില്ല. നമുക്ക് ചോദിച്ചു പോവാം. കൊള്ളാമല്ലേ സ്ഥലം? ഓക്കെ. വലിയ ചാമൊന്നുമില്ല കേട്ടോ റെയിൽവേ സ്റ്റേഷൻസ് ഒന്നും. എല്ലാം ഈ പറഞ്ഞ പോലെ ഒരു 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 ഇതാണ്, ലൈക്ക് എന്താണെന്നറിയില്ല. ഒരു ട്രെയിൻ അപ്പുറത്തൂടെ വരുന്നുണ്ട്, അത് കണ്ടിട്ട് നമുക്ക് പോവാം. സ്റ്റേഷനിൽ ഇറങ്ങി ഉടനെ ആൾക്കാർ സേർച്ച് കളിക്കാൻ തുടങ്ങും. ഇതിന് 100% എന്തോ വീക്ക് സെക്യൂരിറ്റിയോ എന്താണെന്നറിയില്ല. ഇത് ഫുള്ള് ഇവർ വൃത്തികേടാക്കിയിരിക്കുക കേട്ടോ. ഗ്രാഫിറ്റി ചെയ്ത് ഈ ട്രെയിൻ മൊത്തമാരിത് വൃത്തികേടാക്കിയിരിക്കുകയാണ്. കണ്ടല്ലേ? എന്ന് നോക്കി. ശരിക്കും നമ്മുടെ നാട്ടിൽ നമ്മൾ പറയത്തില്ലേ, എന്താണ് ഈ എന്തോ പറയുമല്ലോ, ഒരു വാക്ക് പറയുമല്ലോ, സാമൂഹിക വിരുദ്ധർ. അതേപോലെ ഇവിടുത്തെ സാമൂഹിക വിരുദ്ധർ ചെയ്തതാണെന്ന് തോന്നുന്നു കേട്ടോ ഈ പരിപാടിയൊക്കെ. എല്ലാ ട്രെയിനിൻ്റെ അവസ്ഥ ഇതാണ്. എൻ്റെ അമ്മോ, ഈ ട്രെയിനൊക്കെ നോക്കി, എന്ത് കഷ്ടമായത് അല്ലേ? ഇങ്ങനെയൊക്കെ വൃത്തികേടാക്കാവോ ട്രെയിനൊക്കെ? ശരിക്കും ഒന്ന് നോക്കിയേ, എന്തോന്നടേ ഇത്, എന്ത് വൃത്തിയിട്ട മനുഷ്യരല്ലേ ഇതിങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓ മൈ ഗോഡ്. നമ്മളൊക്കെ സത്യം പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ റെയിൽവേനെയൊക്കെ നമ്മൾ കുറ്റം പറയും. അത് പിന്നെ കുറച്ച് വൃത്തിയുടെ കുറവേ ഉള്ളൂ. ഇവിടെ പക്ഷേ വൃത്തിയുണ്ടെങ്കിലും ഇങ്ങനത്തെ കുറേ അഭ്യാസങ്ങളൊക്കെ ഇവന്മാർ കാണിച്ചു വയ്ക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. നോക്കി, എത്ര നല്ല ട്രെയിൻ കോച്ചുകളാണ് അത് കംപ്ലീറ്റ് ഇത്തരത്തിൽ ചെയ്ത് വൃത്തികേടാക്കി വെച്ചിരിക്കുന്നത്. അടിപൊളി. ആ ലോക്കോ ഉണ്ട്, ഒരു കുഞ്ഞി ലോക്കോ, ഷണ്ടിങ് ലോക്കോ ആണ് ഇത്. എനിക്ക് ഒന്ന് ഷെഡിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടിടുകയാണ്. എന്നാലും ഇത് കണ്ടിട്ട് സ്ലീപ്പിംഗ് കാറോ, ഇതേതോ ലോങ് ഡിസ്റ്റൻസ് പോകുന്ന സ്ലീപ്പർ ട്രെയിൻ ആണെന്ന് തോന്നുന്നു. ശരിക്കും എന്ത് വൃത്തിയോടല്ലേ, എന്തിനാണല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യണേ, ഓരോന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. പുറത്ത് ഭയങ്കര തണുപ്പാണ്. അപ്പോൾ നമുക്ക് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങാം, എന്നിട്ട് എന്താണ് എങ്ങനെയാണ് പരിപാടികളെന്നൊക്കെ നോക്കാൻ പോയിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് സോഫിയ എന്ന് പറയുന്നത് ഇവരുടെ ബൾഗേറിയയുടെ തലസ്ഥാന നഗരമാണ് സോഫിയ. അവിടെയാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഓ നിങ്ങളല്ലോ, അടിപൊളി റെയിൽവേ സ്റ്റേഷനാണല്ലോ. പുത്തൻ ബിൽഡിങ്ങാണ്. ഇവിടെ പിച്ചയൊക്കെ ഉണ്ട്, കടയൊക്കെ ഉണ്ട്. പിന്നെ സ്റ്റോൺ വെച്ച് ഡിസൈൻ ചെയ്തിരിക്കുകയാണ് ആ സംഭവങ്ങളൊക്കെ കണ്ടില്ലേ, സ്റ്റോൺ വെച്ച് ഡിസൈൻ ചെയ്തിരിക്കുന്ന സംഭവങ്ങൾ. ഓക്കെ, ഇത് കൊള്ളാം കേട്ടോ, ഇത് അടിപൊളിയാണേ. അപ്പോൾ ഞാനിപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് വി വിൽ സി വാട്ട് ഈസ് ദെയർ, വാട്ട് ഈസ് ഗോയിങ് ഓൺ, വാട്ട് ടു ഡു. പിസ്സ സ്ലൈസസും പരിപാടികളൊക്കെ ഉണ്ട്. ആ ശരി, പുള്ളിക്ക് വാങ്ങിച്ചു കൊടുക്കാനാണോ ഉദ്ദേശിക്കുന്നത്? ആ ചേട്ടൻ എന്നോട് ഭക്ഷണം വേണം എന്നാണ് പറഞ്ഞത്. ഞാൻ ആ പുള്ളിക്ക് അവിടെ നിന്നൊരു സ്ലൈസ് വാങ്ങിച്ചു കൊടുത്തു. ഇത് ഇവിടെ ഒരു ഹോംലെസ് ആയിട്ടുള്ള ഒരാൾ ഇവിടെ കിടപ്പുണ്ട്. ദൈവമേ, ഇതൊക്കെ ഇവിടെ ഉണ്ടല്ലേ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ. റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തെ ആ ഒരു സെറ്റപ്പൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്കൊരു ഐ ഫെൽറ്റ് എന്താ പറയുക, ഒരു അൺകംഫർട്ട്, എന്തൊരു സംഭവം, ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്തു അകത്ത്. അപ്പോൾ ഞാൻ എന്തായാലും പുറത്തിറങ്ങി. നമുക്ക് പുറത്ത് ഒന്ന് കറങ്ങി നോക്കാം, എന്താണ് അവസ്ഥ, എങ്ങനെയാണ് പരിപാടി എന്നൊക്കെ നോക്കാം. ഇവിടെ താഴെ തന്നെ മെട്രോ ഉണ്ട്, മെട്രോ സ്റ്റേഷനും പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ ടാക്സിയും കാര്യങ്ങളൊക്കെ കിട്ടും. സോ ഐ എം നോട്ട് ടേക്കിംഗ് മെട്രോ ഒക്കെ നമുക്ക് പിന്നെ എടുക്കും. ഇവിടെ എന്താ സംഭവം, ഇത് ഇങ്ങനെ എന്തോ ഒരു സംഭവം ഇവിടെ കാണാമല്ലോ, പോയി നോക്കാമല്ലോ. ഭയങ്കര വലിയ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. രാജ്യ തലസ്ഥാനത്തെ റെയിൽവേ സ്റ്റേഷനല്ലേ സോഫിയ സെൻട്രൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞുകൊണ്ട്. ഇവിടെ കുറേ റെയിൽവേ സ്റ്റേഷനുകളുണ്ട്, ഇത് മാത്രമല്ല കുറേ സ്റ്റേഷൻസ് ഉണ്ട്. ഇവിടെ എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് നടക്കുക. ഇതെന്താ സംഭവം, ഇതെന്തോ ഒരു സ്റ്റാച്ചു ആണ്. ആ സ്റ്റാച്ചു ഇങ്ങനെ റൗണ്ട് അബൌട്ട് പോലെ ചെയ്തിട്ടുണ്ട്. ഇതിന് താഴെ മെട്രോ സ്റ്റേഷനും പിന്നെ ഇത് കൊള്ളാമല്ലോ പരിപാടി, കൊള്ളാമല്ലേ മൊത്തത്തിൽ. എവിടേക്കോ എന്തൊക്കെയോ മിസ്സിങ് ആണ്, ഒരു ചാനില്ല, അതാണ് ഒരു പ്രശ്നം എന്ന് പറയുന്നത് മൊത്തത്തിൽ.
കണ്ടില്ലേ, എല്ലായിടത്തും ഇങ്ങനെ ഈ സാധനം ചെയ്ത് ഗ്രാഫിറ്റി ചെയ്ത് വൃത്തികേടാക്കി വെച്ചിരിക്കുക ആൾക്കാരൊക്കെ. അതാണൊരു പ്രശ്നം എന്ന് പറയുന്നത്. നമുക്ക് ഇന്നെന്തായാലും അത്യാവശ്യം നല്ലൊരു സണ്ണി ഡേ ആണെന്ന് തോന്നുന്നു. കാരണം ഇന്നലെ ഒന്നും ഇങ്ങനെ ആയിരുന്നില്ല അവസ്ഥ. നമ്മൾ പറയും നമ്മൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഉണ്ടാക്കിയിട്ട് കാക്ക തൂറാൻ വേണ്ടി ഉണ്ടാക്കിയ സ്തൂപമാണെന്നൊക്കെ പറയും. പക്ഷേ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിൽ ഞാൻ കാക്ക തൂർന്ന് കണ്ടിട്ടില്ല. പക്ഷേ ഇവിടെ വേണ്ട, അവിടെ കംപ്ലീറ്റ് കാക്ക തൂറിയിട്ടിരിക്കുന്ന എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് സാമൂഹിക വിരുദ്ധരുടെ രാജ്യമാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് മൊത്തം എവിടെ നോക്കിയാലും കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, പബ്ലിക് പ്രോപ്പർട്ടിയൊക്കെ തച്ചുടച്ച് മറ്റേ ചില്ലയിലൊക്കെ കല്ലെറിഞ്ഞ് പൊട്ടിച്ച് ആ ലിഫ്റ്റിലൊക്കെ എന്തൊക്കെയോ എഴുതി വരച്ച് കുത്തി വരച്ച് മൊത്തത്തിൽ സ്റ്റുപ്പിഡാക്കി ഇട്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാം എവിടെ നോക്കിയാലും ഉമ്മ ഇത് തന്നെയാണല്ലോ പറഞ്ഞ് ചെയ്തു വെച്ചേക്കുന്നത്. ഗ്രാഫിറ്റി പരിപാടികളൊക്കെ എല്ലാ പബ്ലിക് പ്രോപ്പർട്ടി ഉള്ള സ്ഥലത്തും ഉമ്മമാരുടെ പരിപാടി എന്ന് പറയുന്നത് ഇതാണെന്ന് തോന്നുന്നു. ഇവിടെ മുമ്പിൽ കുറേ ഹോട്ടലുകളൊക്കെ കാണാം. അവിടെ നമുക്ക് ഇങ്ങോട്ടേലും മാറിപ്പോയിട്ട് വീബുക്കെ ഹോട്ടൽ. അതിനിടയ്ക്ക് 2 പേര് വന്ന് എന്നോട് ഏതാണ്ട് ചോദിച്ചു, എനിക്ക് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞു. അന്നേരം അവന്മാർ എന്നെ തെറി വിളിക്കുന്ന പോലെ എന്തോ ഒരു സംഭവം പറഞ്ഞിട്ട് പോയി. എന്താ പറഞ്ഞതെന്ന് എനിക്ക് അറിയത്തില്ലല്ലോ. തെറി വിളിക്കുന്ന പോലെ ദേഷ്യപ്പെട്ട് എന്തോ മോൻ കൊണ്ട് കാണിച്ചിട്ടൊക്കെയാണ് പറഞ്ഞത്. ഇത് ഇവിടുത്തെ ബസ് സ്റ്റാൻഡാണ്. നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിൽ തന്നെ. നമ്മൾ ആക്ച്വലി ഇന്നലെ നമ്മൾ ഇസ്താൻബുളിൽ നിന്ന് വന്ന ബസ്സില്ലേ, അത് ഇവിടെ വരെ വരുന്ന ബസ്സാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് പല സ്ഥലത്തേക്ക് പോകുന്ന ബസ്സുകളുടെ ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത്. അവിടെ ഒരു ബസ് കിടക്കുന്നുണ്ടോ, ആ ബസ്സിൻ്റെ പേര് എയർ കോണ എന്നാണ്. എയർ കോണ. ആ എയർ കണ്ടീഷൻ എന്നല്ല ആയിരിക്കും എയർ കോണയുടെ അർത്ഥം. ആ എയർ കോണയുടെ ബാക്കിലൊരു സാധനം വെച്ചിരിക്കുന്നത് കണ്ടില്ലേ. എനിക്ക് തോന്നുന്നു അത് ഈ ലഗേജ് ബോക്സ് പോലത്തെ എന്തോ ഒരു സെറ്റപ്പാണെന്ന് തോന്നുന്നു. എയർ കോണ, അടിപൊളി, നല്ല പേര്. ഞാൻ അവിടെ ഒരു റമദ എന്ന് പറഞ്ഞൊരു ഹോട്ടൽ കണ്ടു. വലിയ റേറ്റ് ഇല്ല. വലിയ റേറ്റില്ലെന്ന് പറഞ്ഞാൽ 5000 രൂപയുണ്ട്. പക്ഷേ കമ്പാരിറ്റീവ്ലി ഇച്ചിരി റേറ്റ് കുറവാണ് ഇവിടെ അടുത്ത് നോക്കുമ്പോഴത്തേക്കിനും. എന്നാൽ പിന്നെ അവിടെ ബുക്ക് ചെയ്യാമെന്ന് കരുതി. ഈ അണ്ടർ പാസ്സൊക്കെ കാണുമ്പോൾ ഇത് അങ്ങോട്ടുള്ള അണ്ടർ പാസ് എന്നൊരു ഐഡിയ കിട്ടുന്നില്ലല്ലോ. ഇത് കാണുമ്പോൾ പേടിയായിരുന്നു സത്യം പറഞ്ഞാൽ. ഒരു മനുഷ്യനും ഇല്ലല്ലോ ഇതിനകത്തൊന്നും. അണ്ടർ പാസ്സുകളൊക്കെ അവിടെയൊക്കെ മൂത്രത്തിൻ്റെ വാട. നാറിയിട്ട് വയ്യ. ഞാനിതൊന്നും അല്ല കേട്ടോ, ഞാൻ ഇങ്ങനൊന്നും അല്ല കേട്ടോ എക്സ്പെക്റ്റ് ചെയ്തത്. ഇതെന്താ ഇങ്ങനെ? ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി, നമ്മൾ യൂറോപ്പ് എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മൾ കാണുന്നത് ഭയങ്കര ചാം, ഭയങ്കര ബ്യൂട്ടി, വലിയ വലിയ കെട്ടിടങ്ങൾ, അത് ഇത് മറ്റേ സംഭവങ്ങളൊക്കെ അല്ലേ. അത് മാത്രമല്ല യൂറോപ്പ്. ദർ ഈസ് എ ലോട്ട് ഓഫ് തിങ് ഇൻ യൂറോപ്പ്. എൻ്റെ അമ്മോ, ഇത് എന്തോട്ടർ പാസ്സായി പേടിയാവുന്നു. വണ്ടി പോകുന്നോ ട്രെയിൻ പോകുന്നോ സൗണ്ടൊക്കെ കണ്ടോ, ഞാൻ പേടിച്ചു പോയി സത്യം പറഞ്ഞാൽ. ഇതെല്ലാം നശിപ്പിച്ച് വെച്ചിരിക്കുന്നതുണ്ടോ ഓരോ സംഭവങ്ങൾ കുത്തിക്കയറിയിരിക്കുന്നതൊക്കെ. ആളുകളുടെ ഷെൽട്ടറാണെന്ന് തോന്നുന്നു, ആളുകൾ താമസിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇവിടെ ഇത് കണ്ടിട്ട് അയ്യോ പേടിയാവുന്നു. പൊന്നെ, ഇതെന്താ ഇങ്ങനെ പെട്ടെന്ന് നടന്നു പോവാം. ദൈവമേ, ഈ അണ്ടർപാസുകൾ പ്രത്യേകിച്ച് ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ രാത്രി വന്നു കഴിഞ്ഞാൽ എന്നോട് ഇന്നലെ നമ്മൾ ബസ്സിൽ വെച്ച് മീറ്റ് ചെയ്ത പയ്യനല്ലേ, ഏതാ മറ്റേ ഇവിടെ പഠിക്കാമെന്ന് പറഞ്ഞാൽ ജോൺ എന്നോട് പറഞ്ഞത് രാത്രിയിൽ അണ്ടർപാസിൽ പോകരുതെന്നാണ്. ഇതിപ്പോൾ എവിടെ എത്തിയല്ലോ. ഇത് ഇങ്ങോട്ടാണോ നമുക്ക്? ഇത് ബസ് സ്റ്റേഷനോ? ഇത് ബസ് സ്റ്റേഷൻ എന്താണല്ലോ, ഇങ്ങോട്ട് കയറാം. പാ, ദൂക്കത്തെ തണുപ്പാട്ടോ. എൻ്റെ അമ്മേ, ഇത് കണ്ടില്ല എനിക്ക്? ഫുള്ള് സിൽവർ ചെടികളൊക്കെ സിൽവർ കളറായി ഫുള്ള്. ഗസ്റ്റ് ഹൗസ്, റെൻ്റ് എ കാറ്, വിക്ടോറിയ സ്പാ ആൻഡ് ഫിറ്റ്നസ്. അതൊക്കെ ഉണ്ടോ ഇവിടെ ഹോട്ടലിൽ? നിങ്ങൾ ഹോട്ടലിൻ്റെ മുമ്പിൽ എത്തിയെന്ന് തോന്നുന്നു. കൊള്ളാം. ഇപ്പോൾ വെയിൽ വന്നപ്പോഴത്തേക്കിനും ഒരു സമാധാനമുണ്ട്. ഇത് ഏതാ ഹോട്ടൽ? ഇതാണോ വഴി? ഫുൾ ഇങ്ങനെ ഉടായ്പ പോലത്തെ സ്ഥലമാണല്ലോ. ഇതല്ലല്ലോ, ഇത് എവിടെയാണ് ഹോട്ടലിൻ്റെ എൻട്രൻസ്? എവിടെ? ഇതെന്താ ഇത്? ഇവിടെ കാസീനോ ഒക്കെ ഉണ്ടല്ലോ, പ്രിൻസസ് കാസീനോ സോഫിയ. ദൈവമേ, ഇനി ആ കാസീനോ ഒക്കെ ഉള്ള ഹോട്ടലിലാണോ ഞാൻ ബുക്ക് ചെയ്തേക്കുന്നത്? അടിപൊളി മോനെ. റമദ ബൈ വിന്തം കാസീനോ. ദൈവമേ, എന്തരാകുമോ അവസ്ഥ. വലിയ റേറ്റ് ഇല്ലാത്തതുകൊണ്ട് ബുക്ക് ചെയ്തതാണ് ഞാൻ. ഇപ്പം എനിക്ക് എന്തായാലും റൂം തരത്തില്ല, രാവിലെ 11 മണി ആയതേ ഉള്ളൂ. നമ്മളവിടെ കൊണ്ടുപോയിട്ട് ബാഗ് വെച്ചിട്ട് നമുക്ക് പുറത്തേക്ക് പോവാം, അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. പ്രിൻസസ് കാസീനോ സോഫിയ. ഈ വീഡിയോ എടുത്തുകൊണ്ട് ഞാൻ കാസീനോടെ അകത്തോട്ട് കയറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തിരിച്ചു വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അയ്യോ, എന്താ മിസ്റ്റേക്ക്. ഞാൻ ബുക്ക് ചെയ്ത ഹോട്ടൽ ഇതല്ലോ. ഞാൻ Booking.com 2 ഹോട്ടലിൽ അങ്ങനെ നോക്കിയായിരുന്നു. അപ്പോൾ ഞാൻ വേറെ ഏതൊരെണ്ണോ ബുക്ക് ചെയ്ത്, അത് ഇവിടെ നിന്ന് 600 മീറ്റർ മാറിയ അത് ബെസ്റ്റ് എന്ന് പറഞ്ഞ ഹോട്ടലായിരുന്നു. എന്താ കംപ്ലീറ്റ് കിളിപോയി കിടക്കാനുള്ള ഇന്ന്. സത്യം പറഞ്ഞാൽ നന്നായി കാസീനൊക്കെയുള്ള ഈ ഹോട്ടലിൽ റൂം എടുക്കായിരുന്നു.
നന്നായി. ഞാൻ എന്താ സംഭവിച്ചത്, ഞാൻ ആക്ച്വലി ചിന്തിച്ചതൊന്നും പ്രവർത്തിച്ചത് വേറൊന്നുമാണ്. അതാണ് ആക്ച്വലി എനിക്കിപ്പോൾ സംഭവിച്ചത്. സോ ദാറ്റ്സ് വാട്ട് ഹാപ്പൻഡ്. നമ്മുടെ നാട്ടിലെ തട്ടുകടകളില്ലേ, അതേപോലത്തെ ഇവിടുത്തെ യൂറോപ്പിലെ തട്ടുകടകളാണ് ഈ കാണുന്നത്. ഇതിനകത്തൊക്കെ ചെറിയ റെസ്റ്റോറൻറ്റ് കുട്ടി സെറ്റപ്പൊക്കെ ആയിരിക്കും. നമുക്ക് പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ചിട്ട് നമുക്ക് പുറത്ത് ഇങ്ങനെ ടേക്ക് അവേ പോലെ വാങ്ങിച്ച് കഴിച്ചുകൊണ്ട് പോവാം. അതാണ് സംഭവം. അങ്ങനത്തെ കുട്ടി തട്ടുകടകളാണ് ഈ കാണുന്നത്. ഇതിപ്പോൾ പ്രവർത്തിക്കുന്നതാണെന്ന് തോന്നുന്നില്ല, അല്ലെങ്കിൽ സമ്മറിൽ പ്രവർത്തിക്കുന്നതൊക്കെ ആയിരിക്കും. മൊത്തത്തിലൊരു നിഗൂഢത നിറഞ്ഞൊരു സ്ഥലം പോലെ ഫീൽ ചെയ്യുന്നില്ലേ. ഇത് എന്താ പറയുക, ഒരു പഴഞ്ചൻ സെറ്റപ്പ് പോലെ. അതുപോലെ നമുക്ക് ഈ ട്രിപ്പിൽ ഇതുവരെ നമുക്ക് സ്നോഫോളൊന്നും കിട്ടിയിട്ടില്ല. ഈ ദൈവം, ഇത് സ്നോഫോൾ എന്നാണ് അല്ല, സ്നോഫോളാണോ ഇനി? അല്ലല്ലോ, സ്നോഫോൾ അല്ലല്ലോ ഇത്. അല്ല, ഇത് സ്നോ ഫോളിംഗ് ആണ്. പക്ഷേ ഇത് ഫോളിങ് ഫ്രം ദ ട്രീ ആണ്. എന്താ ആണോ അതോ അല്ലേ? അല്ല, ഫോളിങ് ഫ്രം ദ ട്രീ ആണ്. കണ്ടില്ലേ? അതോ ശരിക്കും സ്നോഫോളാണോ? ആടാ, ഇത് സ്നോഫോളാണ്. ഇത് ഫോളിങ് ഫ്രം ദ ട്രീ അല്ല, ഇത് സ്നോഫോളാണ്. ഓ മൈ ഗോഡ്, ഐ ഗോട്ട് മൈ ഫസ്റ്റ് സ്നോഫോൾ. വാവ്, പൊളിച്ച്. ഇത് ഒരു പഴഞ്ചൻ ട്രാം വരുന്നത് കണ്ടോ, പച്ച കളറിലെ ഒരു പഴഞ്ചൻ ട്രാം. വിളിച്ച് പുള്ളി കൈയൊക്കെ കാണിച്ച് എന്തിനൊക്കെ ട്രാം. ഇതാണ് ഈ ചെറിയ കുഞ്ഞു വഴികളിൽ കൂടെ പോകുന്ന ട്രാം. വാവ്, ഞാൻ ഒരു മണ്ടനായിരുന്നു കേസ്. അത് ശരിക്കും സ്നോഫോൾ ആയിരുന്നില്ല, അത് സ്നോഫോൾ ഫ്രം ദ ട്രീ ആയിരുന്നു. ഞാൻ ശരിക്കും സ്നോഫോളാന്ന് കരുതി. ഇത്രയും വെയിലത്ത് ചിലപ്പോൾ സ്നോഫോളൊക്കെ വീഴുമോ? ചിലപ്പോൾ വീഴുമായിരിക്കും, അറിയത്തില്ല. എന്തായാലും ഞാനത് എൻജോയ് ചെയ്തു കേട്ടോ. സ്നോഫോളാന്ന് കരുതി തന്നെ ഞാൻ എൻജോയ് ചെയ്തു. ഇതാണെന്ന് തോന്നുന്നു നമ്മുടെ ഹോട്ടൽ. ഇത് തന്നെയാണ് ബെസ്റ്റ് വെസ്റ്റേൺ. ശരി, നമ്മുടെ റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ തന്നെയാണല്ലോ. ഞാൻ രാവിലെ ഒരു 2 കിലോമീറ്റർ വെറുതെ കറങ്ങി വന്നു. റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ തന്നെ ബസ് സ്റ്റാൻഡ്, അതിൻ്റെ മുമ്പിൽ തന്നെ മെട്രോ ട്രാമുകളുടെ സ്റ്റേഷൻ. അങ്ങനെ മൊത്തത്തിൽ അടിപൊളി വൈബാണ്. സോ ലെറ്റ്സ് ഗോ ഇൻസൈഡ്. അങ്ങനെ എനിക്ക് അവർ റൂം തന്നു. എന്തായാലും രാവിലെ 11:30 തന്നെ റൂം തന്നു. റൂം അവൈലബിൾ ആയിരുന്നു തോന്നുന്നു, ഇവിടെ വലിയ തിരക്കൊന്നുമില്ല. സോ ദേ ഗേവ് മീ റൂം. ദിസ് ഈസ് മൈ റൂം. എന്തായാലും ഇന്നലത്തെ റൂം ഞാൻ ശരിക്കും പെട്ടു. എൻ്റെ ഹീറ്റിംഗ് സിസ്റ്റം പോലും വർക്കിംഗ് ആയിരുന്നില്ല. തണുത്ത് വിറച്ച് ഞാൻ കിടന്നുറങ്ങി. രാവിലെ എത്തിയപ്പോൾ തൊണ്ടവേദനയൊക്കെ ആയിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ല, മാറി. അത്ര തണുപ്പായിരുന്നു. ഷോ ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തില്ല. 10 പൈസ ലാഭിച്ച് റൂം എടുത്തതാണ്. സോ എന്തായാലും എനിക്ക് കുറച്ച് തുണി അലക്കിയിടാറുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് തുണി അലക്കിയിട്ട് ഷടേന്ന് പറഞ്ഞ് കുറച്ച് തുണി അലക്കിയിട്ടിട്ട് നമുക്ക് പുറത്തേക്ക് പോകാം. നാളെ ഇടാനുള്ള അണ്ടർവെയർ പോലും ഇല്ല, അലക്കിയിടണം. നമുക്കിനി സോഫിയ നഗരം കാണാനായിട്ട് ഇറങ്ങണ്ടേ? യെസ്, സോഫിയ നഗരം കാണാനായിട്ട് ഇറങ്ങാം. എനിക്കിവിടെ വന്നപ്പോൾ മുതൽ മൊത്തത്തിലൊരു നെഗറ്റീവ് എനർജി ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് കുന്തമാണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഫുള്ള് നെഗറ്റീവ് എനർജിയാണ്. എവിടെ നോക്കിയാലും എന്തൊക്കെയോ പ്രശ്നങ്ങളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷെ നമുക്കതൊക്കെ മാറ്റി വയ്ക്കാം, കാരണം അതൊക്കെ ഇതിൻ്റെ ഒരു ഇതാണ്. സോ നമുക്കിപ്പോൾ ഇവിടെ ഒരു ഇത് ഈ കാണുന്ന ട്രാം സ്റ്റേഷനാണ്. നമുക്ക് അവിടെ പോയിട്ട് അവിടെ നിന്ന് ട്രെയിൻ എടുത്തിട്ട് നമുക്ക് പോകാം. ട്രെയിനല്ല, സോറി ഗൈസ്, ട്രാം. ഇവിടെ എല്ലാം എന്തിനായാലും ഇങ്ങനെ കുത്തി വരച്ചിടുന്നത്, വൃത്തികേടാക്കിയിടുന്നത്. ഇനി ബാക്കിയുള്ള യൂറോപ്പ് മൊത്തത്തിൽ ഇങ്ങനെയാണോ എന്താണെന്നൊന്നും എനിക്കറിയത്തൊന്നുമില്ല. പക്ഷേ ഇത് എവിടെ നോക്കിയാലും ഇങ്ങനെ കുത്തി വരച്ചിട്ട് ഇങ്ങനെ വൃത്തികേടാക്കി അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെയോ ചെയ്ത് ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കിനും മൂത്രത്തിൻ്റെയൊക്കെ വാടയാണത്. ഇവിടെ ഒരു ഹോംലെസ് ആയിട്ടുള്ളൊരു ചേട്ടനിരിപ്പുണ്ട്, നോക്കി ഉണ്ടോ? കഷ്ടമുണ്ട്. ഇവിടെയൊക്കെ മൂത്രമൊഴിച്ചിട്ടിരിക്കുക. എന്ത് വൃത്തികേടാണ് ഈ സബ്വേയൊക്കെ. എൻ്റെ ദൈവമേ, എന്താല്ലേ ഇങ്ങനെ. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ മജസ്റ്റിക് റെയിൽവേ സ്റ്റേഷൻ്റെ സമീപത്തെ സബ്വേനെ പറ്റി കുറ്റം പറഞ്ഞു. അയ്യോ, അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കിന് അത് സ്വർഗമാണ്. അവിടെ അറ്റ്ലീസ്റ്റ് കുറച്ച് ഭേദമാണ്. ഇത് എന്തുപോയി ഇത് ഇങ്ങനെയൊക്കെ ചെയ്യൂ ആൾക്കാർ. ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ദിസ്. ഇതെന്താ ഇത്? ഓ മൈ ഗോഡ്, കഷ്ടപ്പെടുന്നെങ്കിൽ ഒരു ലിഫ്റ്റാണിത്. മുകളിലേക്ക് പോകാനായിട്ട് ഗവൺമെൻറ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ലിഫ്റ്റാണ്. ആ ലിഫ്റ്റിൻ്റെ അവസ്ഥയൊക്കെ നോക്കി. ദിസ് ഈസ് വെരി സാഡ് അല്ലേ. കഷ്ടമുണ്ട് മൊത്തത്തിൽ. മൂത്രത്തിൻ്റെ വാടയാണെ സഹിക്കാനേ വയ്യ. ഇതല്ലാട്ടെ, വേറൊരു ട്രെയിൻ വരുന്നുണ്ട്, ഒരു ട്രാം വരുന്നുണ്ട്. നമുക്ക് ട്രാമിൽ കയറി പോകണം. യെസ്, I think this is the tram we need to go. ഇത് 4-ാം നമ്പർ ട്രാമല്ലേ? യെസ്, 4-ാം നമ്പർ ട്രാമാണ്. ഇതിൽ കയറി പോകണം നമുക്ക്. അയ്യോ, അടക്കല്ലേ. അടച്ച് തുറക്കുന്നാണോ പറഞ്ഞേ? ഞെക്കെ തുറക്കുന്നാ പറഞ്ഞേ. യെസ്,
അപ്പോൾ ട്രാമിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് നമ്മുടെ കാർഡ് വാലിഡേറ്റ് ചെയ്യണം. യെസ്, അവിടെ ഇങ്ങനെ വെച്ചാൽ മതി, അത് വാലിഡേറ്റഡ് ആയിക്കോളും. അടിപൊളി. എൻ്റെ പൊന്നു, ഇവരുണ്ടല്ലോ ഇവിടെ സിറ്റി കംപ്ലീറ്റ് കണക്റ്റഡ് ആണ്. അതായത് പബ്ലിക് ട്രാൻസ്പോർട്ട്, ട്രാമും ബസ്സും പിന്നെ മെട്രോയും ഇതെല്ലാം കൂടി കണക്റ്റഡ് ആണ്. അതുകൊണ്ട് നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഈ ഒരു സിറ്റി കംപ്ലീറ്റ് ഏത് പബ്ലിക് ട്രാൻസ്പോർട്ടിലും ട്രാവൽ ചെയ്യുന്നതിന് ഒരു ദിവസത്തേക്ക് 4 ബൾഗേറിയൻ ലിവേ ആവുന്നുള്ളൂ. നമ്മൾ എത്ര ടാപ്പ് ചെയ്താലും, എത്ര കാർഡ് ടാപ്പ് ചെയ്താലും അതേപോലെയാണ് സംഭവിക്കുന്നതെന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഞാൻ നോക്കട്ടെ ഇവിടെ നിന്ന്. യെസ്, നമുക്കിപ്പോൾ ഗൂഗിൾ മാപ്പ് കാണിച്ചു തരുന്നതനുസരിച്ചാണ് ഞാൻ നോക്കുന്നത്. ഈ ട്രാമിൽ കയറിയ 4 നമ്പർ ട്രാമല്ലേ? യെസ്, എവിടെയോ ഇറങ്ങിയിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. ലെറ്റ്സ് സീ, നോക്കാം. ഈ യൂറോപ്പിലൊക്കെ വന്നിട്ട് ട്രെയിനിലും ബസ്സിലും ഒക്കെ കയറിയിട്ടേ ടിക്കറ്റില്ലാതെ യാത്ര ചെയ്ത് നല്ല ഫൈൻ കിട്ടും കേട്ടോ. 8ൻ്റെ പണി കിട്ടും. സോ ഓൾവേസ് വാലിഡേറ്റ് യുവർ ടിക്കറ്റ്, അത് എന്ത് ടിക്കറ്റ് ആണെന്നുണ്ടെങ്കിലും. ഇഷ്ടംപോലെ ട്രാമുകളുണ്ട് കേട്ടോ ഇവിടെ. കുറേ ട്രാമുകളും ബസ്സുകളും. ഭയങ്കര പഴയ കെട്ടിടങ്ങളാണ് എല്ലാം, മിക്കതും. പുതിയ കെട്ടിടങ്ങളും ഉണ്ട്, പക്ഷെ എന്നാലും മിക്കതും പഴയ കെട്ടിടങ്ങളാണ്. നമുക്ക് ഇവിടെ ഇറങ്ങാം. ഇവിടെ ഇറങ്ങിയിട്ട് ഇത് റോഡിൻ്റെ നടുവിലൊക്കെയാണല്ലോ വന്ന് ഇറക്കുന്നത്. ഓക്കെ, ഇവിടെ ഇറങ്ങിയിട്ട് ഈ ട്രാമിൽ നമ്മളൊന്ന് ഇറങ്ങിയില്ലേ. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന ഒരു ട്രാം എടുക്കണം നമുക്ക്. അതൊക്കെ ഗൂഗിൾ മാപ്പ് കാണിച്ചു തരുന്നത് കേട്ടോ. ഫുള്ള് ഗൂഗിൾ മാപ്പേ ശരണം. അതിപ്പോൾ ഇവിടെ ഇപ്പോൾ വരും. അപ്പോൾ അവിടെയും കയറിയിട്ട് നമുക്ക് സെയിം കാർഡ് ടാപ്പ് ചെയ്താൽ മതി. സെയിം കാർഡ് ടാപ്പ് ചെയ്യണം. ആ സെയിം കാർഡ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ എക്സ്ട്രാ പൈസയും കാര്യങ്ങളൊന്നും പോകുന്നുമില്ല. എന്നാലും സംഭവം ഇത് എന്നൊന്നടേ ഇത് ബൾഗേറിയ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ലൈക്ക് ഞാൻ കുറേയൊക്കെ എക്സ്പെക്റ്റ് ചെയ്തു. പക്ഷേ എന്നാലും ലൈക്ക് ഇത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇവിടുത്തെ സംഭവങ്ങളൊക്കെ. ഇവിടെ ഫുൾ ഒരു അമ്മച്ചി ഇരിക്കുന്നുണ്ടോ. പുള്ളിക്കാരി എന്തോ ഒരു ഗ്ലാസ്സിൽ നിന്ന് എന്തോ ഒരു ചായയോ കാപ്പിയോ എന്തോ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പരിപാടി എന്ന് മനസ്സിലാകുന്നില്ല. ഇനി ഇവിടെ നമുക്ക് 20, 21, 22 നമ്പറിലുള്ള ഒരു ട്രാം വേണം എടുക്കാനായിട്ട്. ഈ കട കണ്ടോ, ഇതൊരു മദ്യഷാപ്പാണ്. എന്താ പറയുമോ, കള്ള് മാത്രം വെക്കുന്നൊരു കടയാണ്. കള്ള് മാത്രം വെക്കുന്നൊരു കട. ഇവിടെ ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാമുകളുടെ കളിയാണല്ലോ. എന്തോരം ട്രാമുകളാണ് പോകുന്നത് നോക്കി. അതും ഡിഫറെൻറ്റ് 2 കളറിലുള്ള ട്രാമുണ്ട് കേട്ടോ. ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് ട്രാമുണ്ട്. പഴയ കെട്ടിടങ്ങളാണ് മിക്കതും. ചിലതൊക്കെ ഇങ്ങനെ മോഡിഫൈ ചെയ്ത് ഇങ്ങനെ മാറ്റി ഒരു റെനോവേറ്റിംഗ് സ്റ്റേജിലാണെന്ന് തോന്നുന്നു ഈ ഒരു രാജ്യം മുഴുവൻ. അങ്ങനെ എനിക്ക് പോകേണ്ട ട്രാം അതാ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് റെഡ് ട്രാമാണ്. നേരത്തെ ഗ്രീൻ ട്രാം ആയിരുന്നെങ്കിൽ ഇത് റെഡ് ട്രാമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഹായ്, അയ്യോ ചെക്കൻ ടെററാണ്. അപ്പോൾ വി ഗോ ഇൻസൈഡ്. ഇതെവിടെ സംഭവം? യെസ്, തുറന്നു. അപ്പോൾ അതിനകത്ത് കയറി കഴിയുമ്പോഴത്തേക്കിനും ജസ്റ്റ് ടാപ്പ് ദ സെയിം കാർഡ്. ഓക്കെ, അത്രേ ഉള്ളൂ പരിപാടി. സെയിം കാർഡ് ടാപ്പ് ചെയ്യുക. ആദ്യം ഞാൻ ടാപ്പ് ചെയ്തപ്പോഴത്തേക്കിനും 1.6 ബൾഗേറിയൻ ലിവ കട്ടായിരുന്നു. ഇനി അത് കട്ടാവില്ല. എന്തൊക്കെയാണോ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നത്, മൊത്തം വിറയ്ക്കുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നത്. അടിപൊളി. അങ്ങനെ ഇവിടുത്തെ ആ ഒരു സിറ്റി സെൻറ്റർ ഭാഗത്തേക്കാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സിറ്റി സെൻറ്റർ ഭാഗം. സിറ്റി സെൻറ്റർ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നില്ലേ, ലൈക്ക് എന്തൊക്കെയോ ഒരു വശപ്പശൊക്കെ ഉള്ളൊരു സിറ്റി അല്ലേ. ഒരു എന്താണെന്നറിയില്ല, ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അത് എന്ത് പ്രശ്നമാണ് എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. ട്രാം ഉണ്ടല്ലോ, ശരിക്കും സത്യം പറഞ്ഞാൽ ബസ് പോകുന്ന പോലെയാണ് ഈ ഒരു റോഡിൻ്റെയൊക്കെ ഇടയ്ക്കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ചെറിയ ചെറിയ വഴികൾക്ക് ഇടയ്ക്കൂടെ ഇങ്ങനെ ഭയങ്കര സംഭവം കേട്ടോ. സത്യം പറഞ്ഞാൽ ബസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഒഴിവാക്കിയിട്ട് കംപ്ലീറ്റ് ട്രാമുകളൊക്കെ ആക്കി കഴിഞ്ഞാൽ ട്രാഫിക്കും കുറയും. ഇതിങ്ങനെ റെഗുലർ ഇൻ്റർവെല്ലിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയല്ലേ. അത് ഭയങ്കര രസമല്ലേ. എന്തല്ലേ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ ഒരു ട്രാം നെറ്റ്വർക്ക്. ഇതുണ്ടല്ലേ, ഇപ്പോൾ ബസ് തിരിയുന്ന പോലെ ഈ റോഡിൽ ഇങ്ങനെ തിരിഞ്ഞ് ഇങ്ങനെ പോവുക. ഇവിടുത്തെ റോഡൊക്കെ കണ്ടോ, കംപ്ലീറ്റ് ഇങ്ങനെ ഇതുപോലെയുള്ള കരിങ്കല്ലിൻ്റെ ടൈലുകൾ പോലെ ഇങ്ങനെ ചെറിയ കല്ലുകൾ ഇങ്ങനെ പതിച്ച റോഡുകളാണ് മിക്കതും. അതിന് മേലിൽ കൂടെയാണ് റോഡും ഈ പറഞ്ഞ പോലെ വണ്ടികളും ട്രാമും എല്ലാം പോകുന്നത്. അത്തരത്തിലുള്ള റോഡാണ്. ടാറിട്ട റോഡൊന്നും അല്ല ചിലത്. പലതും ടാറിട്ട റോഡുകളല്ല. മെയിൻ റോഡുകളൊക്കെ ഇത്തരത്തിലുള്ള റോഡുകളാണ്. കണ്ടില്ലേ. ഓക്കെ, സോ ഇറ്റ്സ് ടൈം ടു ഗെറ്റ് ഡൗൺ. ഇത് ഡ്രൈവറിൻ്റെ ക്യാബിൻ കംപ്ലീറ്റ്ലി സെക്യൂർഡ് ആണ്. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് കയറാനോ പിടിക്കാനൊന്നും പറ്റുന്നില്ല. റോഡിന് നടുക്കാവുണ്ട് ഇറക്കുന്നത്. അതുകൊണ്ട് വണ്ടിയൊക്കെ വരുന്നുണ്ടെന്നൊക്കെ നോക്കി വേണം പോകാനായിട്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ വണ്ടി വന്നിടിക്കും. കൊള്ളാം അല്ലേ, എന്ത് ക്യൂട്ട് സാധനമാണെന്ന് നോക്ക്.
അടിപൊളി. വലിയ തിരക്കും ബഹളവും ഒച്ചയും ബഹളവും ഒന്നും ഇല്ലാത്തൊരു കാം ആൻഡ് ക്വയറ്റ് സിറ്റി. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എല്ലാവരും എനിക്ക് നോക്കുക. ഇവിടെ വേറെ ടൂറിസ്റ്റുകളൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഞാൻ മാത്രമാണെന്ന് തോന്നുന്നു ഇവിടുത്തെ ടൂറിസ്റ്റ്. വേറെ ആരെയും കാണുന്നില്ല. ഇതൊരു ഇന്ത്യക്കാരനെയും കണ്ടില്ല. ആകെ ഇന്നലെ കണ്ട പഞ്ചാബി മാത്രമേ ഉള്ളൂ. ആ പുള്ളി അവിടെ മറ്റേ പ്ലോവ്ഡീവിലായിരുന്നു. ഞാൻ വേറെ ആരെയും കണ്ടില്ല ഇതുവരെ. സോ അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്നൊരു കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാൽ നമ്മൾ മറ്റേ ചർച്ചിൻ്റെ അവിടെ എത്തും. പഴയ കെട്ടിടങ്ങളാട്ടോ പലതും കേട്ടല്ലേ. ഒക്കെ പലതും മെയിൻ്റനൻസ് ചെയ്ത് പുത്തനാക്കി മാറ്റിയിരിക്കുകയാണ്. അധികം ആൾക്കാരാരെയും കാണാനില്ലല്ലോ റോഡിൽ. ഇതെന്തോ ഒരു ബാറാണെന്ന് തോന്നുന്നു. ഇതൊരു ബാറാണ്. നല്ല ഇന്ത്യൻ ഫുഡിൻ്റെ മണം ഉണ്ടാവും. ഇന്ത്യൻ റെസ്റ്റോറൻ്റൊക്കെ ഉണ്ടാവും. നല്ല മസാലയുടെ മണം. ഈ കാണുന്നത് 6th സെഞ്ച്വറി, അതായത് 6ാം നൂറ്റാണ്ടിൽ 7ാം നൂറ്റാണ്ടിലെ 6th സെഞ്ച്വറിയിൽ പണിത ബസിലിക്ക ഓഫ് സെയിൻറ്റ് സോഫിയ. ഈ സോഫിയ എന്ന് പറയുന്ന ഈ ഒരു നഗരം അറിയപ്പെടുന്നത് തന്നെ സെയിൻറ്റ് സോഫിയയുടെ പേരിലാണ്. അപ്പോൾ ആ ഒരു സെയിൻറ്റ് സോഫിയയുടെ 6th സെഞ്ച്വറിയിൽ നിർമ്മിച്ച ഒരു ബസിലിക്കയാണ് നമുക്ക് ഈ ഒരു നഗര മധ്യത്തിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പ്യോർ ഇഷ്ടിക വെച്ച് നിർമ്മിച്ചിരിക്കുന്ന ഒരു ബസിലിക്ക. അതെന്തോ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കയറി നോക്കാൻ എന്താ പരിപാടി എന്നുള്ളത്. ഉള്ളതല്ലോ, അടിപൊളിയാണല്ലോ, നൈസാണല്ലോ. നല്ല കുന്തിരിക്കത്തിൻ്റെ മണം. ഓ ഞാൻ അതിനകത്തോട്ട് കയറിപ്പോയപ്പോഴത്തേക്കും അവിടെ വന്നൊരു ചേട്ടൻ അതിനോട് പറഞ്ഞ് ഫോട്ടോ എടുക്കണമെങ്കിൽ 5 യൂറോ പേ ചെയ്യണമെന്ന്. 5 യൂറോ എന്ന് പറഞ്ഞാൽ 500 രൂപ ഗേസ്. ഞാൻ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അത് സംതിങ് ഡിഫറെൻറ്റ്. ലൈക്ക് ഈ പുറത്ത് കാണുന്ന പോലെ തന്നെ ഭയങ്കര രസമുള്ളൊരു പള്ളി. ഇതത്ര വലിയ സംഭവമൊന്നുമില്ല. പക്ഷേ എന്നാലും നമുക്ക് നല്ല സംഭവങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് ആണെങ്കിൽ നമുക്ക് നല്ല ഫോട്ടോയൊക്കെ എടുക്കാം. അതാണ് നമ്മുടെ മെയിൻ ഒരു സംഭവം എന്ന് പറയുന്നത്. സോഫിയയുടെ ഒരു ഐക്കോണിക് സാധനമാണ് ആ കാണുന്നത്. അതിനകത്ത് 500 അല്ല 5000 പറഞ്ഞാലും ഞാൻ അതിനകത്ത് ഫോട്ടോയും വീഡിയോ എടുക്കും. സോ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അത് കാണാൻ വേണ്ടിയാണ് ഞാനിവിടെ സോഫിയയിലേക്ക് വന്നത്. അപ്പം ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഈ സോഫിയയുടെ അല്ലെങ്കിൽ ബൾഗേറിയയുടെ തന്നെ മെയിൻ അട്രാക്ഷനായിട്ടുള്ള ഈ ഒരു ബൾഗേറിയൻ ഓർത്തഡോക്സ് ചർച്ച് കാണുന്നതിന് വേണ്ടിയാണ്. അലക്സാണ്ടർ നെവിസ്കി കത്തീഡ്രൽ എന്നാണ് ഈ ഒരു കത്തീഡ്രലിൻ്റെ പേര്. ഇതൊരു കത്തീഡ്രലാണ്. 1924 ഈ ഒരു കത്തീഡ്രൽ നിർമ്മിച്ചത്. 1924 അതായത് അതിൻ്റെ ഒരു കോൺസെക്രേഷൻ നടന്നത് 1924 സത്യം പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ 50 പള്ളികളിൽ ഒന്നാണ് ഈ കാണുന്ന മനോഹരമായിട്ടുള്ള സോഫിയ കത്തീഡ്രൽ. ഈ ഒരു കത്തീഡ്രലിൻ്റെ ഒരു മെയിൻ ചരിത്രം എന്ന് പറയുന്നത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അലക്സാണ്ടർ നെവിസ്കി എന്ന് പറയുന്ന ഒരു റഷ്യൻ പ്രിൻസ് ആയിരുന്നു. ഈ അലക്സാണ്ടർ നെവിസ്കി എന്ന് പറയുന്ന വ്യക്തി അതായത് ഈ റഷ്യൻ തുർക്കിഷ് വാറുണ്ടായിരുന്നു 1877-78 കാലഘട്ടത്തിൽ. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു യുദ്ധത്തിൽ പങ്കെടുത്ത റഷ്യൻ സോൾജിയേഴ്സിന് അല്ലെങ്കിൽ ആ യുദ്ധത്തിൽ മരണപ്പെട്ട റഷ്യൻ സോൾജിയേഴ്സിന് അവരുടെ ഒരു മെമ്മറി ആയിട്ട് നിർമ്മിച്ചൊരു കത്തീഡ്രലാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ 1877-78 കാലഘട്ടത്തിലെ റഷ്യൻ തുർക്കിഷ് യുദ്ധത്തിൽ നിന്നാണ് സത്യം പറഞ്ഞാൽ ഒട്ടോമാൻ്റെ റോളിൽ നിന്നും ബൾഗേറിയ എന്ന് പറഞ്ഞ ഒരു രാജ്യം രൂപവൽക്കരിച്ചത് അല്ലെങ്കിൽ ഒരു ഉണ്ടായത് എന്നാണ് പറയപ്പെടുന്നത്. ബൾഗേറിയയുടെ ക്രിസ്മസ് ഒക്കെ ഡിസംബർ 25 തന്നെ കഴിഞ്ഞു. അതുകൊണ്ട് നമുക്ക് ബൾഗേറിയയുടെ ക്രിസ്മസ് ഒക്കെ മിസ്സായി. ഇവിടെ ആരും ഇല്ലല്ലോ. അതാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. ഒറ്റ മനുഷ്യനില്ല ഇവിടെ അല്ലേ. എന്തായാലും നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാം. ഇത് കാണണമല്ലോ, കാരണം ഇത് ഒരു നഗര ഹൃദയത്തിൽ നിൽക്കുന്നതാണ് ഈ ഒരു സോഫിയ നഗരത്തിൻ്റെ ഏറ്റവും വലിയൊരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇത് എത്ര പഴയ പള്ളിയാണെന്നറിയോ. അത് എന്ത് ഭംഗിയല്ലേ ഈ ഒരു കത്തീഡ്രൽ കാണാനായിട്ട്. സോ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാം. ഇതിൻ്റെ പുറത്ത് നമുക്ക് എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. കരിങ്കല്ല് കൊണ്ടുള്ള പടികളും ബാക്കിയുള്ള സംഭവങ്ങളും ഒക്കെ ആയിട്ട് ഇത് അടിപൊളിയായിട്ട് നിർമ്മിച്ചിരിക്കുന്നൊരു മനോഹരമായിട്ടുള്ളൊരു കത്തീഡ്രൽ. തടി കൊണ്ടുള്ള ഡോറ്, പിന്നെ അകത്ത് വളരെ മനോഹരമായിട്ടുള്ള ഡീറ്റെയിലിങ്ങോട് കൂടിയ ടൈലുകൾ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ചിത്രപ്പണികളൊക്കെ നമുക്ക് ഇതിൻ്റെ മുകളിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. എന്തായാലും അമേസിങ്. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈട്ടിയാണോ രക്തചന്ദനമാണോ എന്താണെന്നറിയില്ല. എന്താണെങ്കിലും വളരെ മനോഹരമായിട്ടുള്ള ഒരു കഥക്. നൈസ്. സോ ലെറ്റ്സ് ഗോ ഇൻസൈഡ്. എൻ്റെ പൊന്നെ, അടിപൊളി ഒരു ഷാൻലിയർ നോക്കി. ഇതൊക്കെ മാർബിളാണെന്ന് തോന്നുന്നു കേട്ടോ. മാർബിൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന പല സംഭവങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ ചിത്രപ്പണികളും അതേപോലെ പലതരത്തിലുള്ള അലങ്കാരങ്ങളും ബാക്കിയുള്ള സംഭവങ്ങളുമായിട്ട്. ദിസ് ഈസ് സോ ഹ്യൂജ്. ഇത്
ഭയങ്കര വലിപ്പമാണ് കേട്ടോ. ഇതിനകത്ത് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും പൈസ ഒന്നും വേണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ആർക്കും ആരും ഒന്നും വന്നും പറഞ്ഞൊന്നുമില്ല, ഒന്നും എഴുതി വെച്ചിട്ടൊന്നുമില്ല. എന്തായാലും ഇവിടുത്തെ ഷാൻലിയർ ഒരു രക്ഷയില്ല കേട്ടോ. എന്ത് ഭംഗിയുള്ള ഷാൻലിയർ അല്ലേ, എന്ത് വലിയ ഷാൻലിയർ ആണല്ലേ. വലിയൊരു അൽത്താര നമുക്കിവിടെ കാണാം. ഇവിടെയുള്ള പല സംഭവങ്ങളും മ്യൂണിക്കിൽ നിന്നും കൊണ്ടുവന്നതാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഞാൻ വായിച്ചപ്പം ഇവിടുത്തെ ചരിത്രങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും വായിച്ചപ്പോൾ മനസ്സിലാക്കിയത്. എന്തായാലും ഇതൊരു നമുക്ക് ശരിയൊരു റഷ്യൻ ചർച്ചിൻ്റെ ഒരു ഇൻറ്റീരിയറുമായിട്ട് പലതരത്തിലുള്ള സാമ്യതയുള്ള ഒരു ചർച്ചാണ്. ഇതൊരു കത്തീഡ്രലാണിത്. പിന്നെ തറയിലൊക്കെ നമുക്ക് നോക്കുമ്പോഴത്തേക്കും കാണാം വളരെ മനോഹരമായിട്ടുള്ള ടൈലുകളൊക്കെ വിരിച്ചിരിക്കുന്നു. നല്ല ഹൈറ്റുണ്ട്, അതായത് മിനിമം ഒരു 7 നില ബിൽഡിങ്ങിൻ്റെ ഹൈറ്റുണ്ട് ഇതിന്. അത്രയ്ക്ക് വലുതാണിത്. പലതരത്തിലുള്ള പെയിൻറ്റിങ്ങുകൾ അവിടെ ഇവിടെയും ചെയ്തു വെച്ചിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ളൊരു കത്തീഡ്രൽ, വളരെ മനോഹരം എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ളൊരു കത്തീഡ്രൽ. ഇത് ഒരു രക്ഷയില്ല കേട്ടോ. കംപ്ലീറ്റ് മാർബിൾ പണികൾ. ഇതിൻ്റെ ഡീറ്റെയിലിങ്ങും മറ്റുമൊക്കെ കണ്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതിവിടെ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ എത്ര വീഡിയോ എടുത്ത് കാണിച്ചാലും അത് മനസ്സിലാവില്ല. ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. ഇത് വേറെ ലെവലല്ലേ, ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ ഇവിടെ വരുമ്പോഴത്തേക്കിനും. എന്തായാലും സംഭവം പൊളിയാണ്. ഷെങ്കൻ വിസ ഉണ്ടെങ്കിൽ ഇനി ബൾഗേറിയയിൽ വരാൻ പറ്റുള്ളൂ. സോ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. സോ ഇനി നിങ്ങൾ ഷെങ്കൻ രാജ്യത്ത് പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഷെങ്കനിൽ വൺ ഓഫ് ദ അഫോർഡബിൾ കൺട്രിയാണ് ബൾഗേറിയ എന്ന് പറയുന്നത്. നമ്മളെല്ലായിടത്തും പോകുമ്പം കാണുന്ന പോലെ തന്നെയുള്ള ഒരു സുവനീറുകൾ വിൽക്കുന്ന ഒരു മാർക്കറ്റാണ് ഈ കാണുന്നത്. വിൻ്റർ ആയതുകൊണ്ട് തന്നെ തണുപ്പത്ത് പാവങ്ങൾ കഷ്ടപ്പെട്ടാണ് നിൽക്കുന്നത്. ഞാനൊരു സുവനീറും മറ്റുമൊക്കെ വാങ്ങിച്ചു. സോഫിയയുടെ സുവനീർ, ബൾഗേറിയയുടെ സുവനീർ, ധാരാളം സുവനീറുകൾ ഇവിടെ കിട്ടും. എനിക്കൊരു മണി കിട്ടുമായിരുന്നേ കൊള്ളായിരുന്നു, പക്ഷെ നമ്മുടെ മണിയൊന്നും കണ്ടില്ല. കുറേ സുവനീറുകളുണ്ട് ബൾഗേറിയയുടെ. 5 ലിവയൊക്കെയാണ് വാങ്ങിച്ചത് സുവനീറിന്. 5 ലിവ എന്ന് പറയുമ്പോഴത്തേക്കിനും ഏകദേശം ഇതെന്ത് മണിയാണ്? നമ്മുടെ മണിയല്ല, റിംഗ് ഫോർ സെക്സോ അത് വേണ്ട. 5 ലിവ എന്ന് പറയുമ്പോൾ ഏകദേശം 250 രൂപയായി. നമ്മൾ ജോർജിയൊക്കെ പോയ പോലെ തന്നെ ധാരാളം മൊണാസ്ട്രികൾ, അതായത് ക്രിസ്ത്യൻ മൊണാസ്ട്രികളുള്ള ഒരു രാജ്യമാണ് ബൾഗേറിയ എന്ന് പറയുന്നത്. ബൾഗേറിയ മെജോറിറ്റി ഫുൾ കുന്നും മലയും പരിപാടികളൊക്കെയാണ്, മൗണ്ടൻസ് അങ്ങനത്തെ ഒരു രാജ്യമാണ് ബൾഗേറിയ എന്ന് പറയുന്നത്. ബാൽക്കൻ രാജ്യങ്ങളിൽ ഈ ബാൽക്കൻ മൗണ്ടൻസ് എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടില്ലേ? ബാൽക്കൻ എന്ന് പറയുന്ന ഒരു മൗണ്ടൻ റേഞ്ചസ് ആണ്. ഈ ഒരു ബാൽക്കൻ മൗണ്ടൻ റേഞ്ചസ് ഉള്ളതുകൊണ്ടാണ് ശരിക്കും ഈ ബൾഗേറിയ, ആൽബേനിയ, മോണ്ടിനീഗ്രോ അങ്ങനെയുള്ള കുറേ രാജ്യങ്ങൾ ബാൽക്കൻ കൺട്രീസ് എന്ന് പറയുന്നത്. ബാൽക്കൻ മൗണ്ടൻസിൻ്റെ സമീപത്തായിട്ട് നിൽക്കുന്ന രാജ്യങ്ങളായതുകൊണ്ടാണ്. അപ്പോൾ ഈ ബാൽക്കൻ മൗണ്ടൻസ് ഏറ്റവും കൂടുതലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണ് ബൾഗേറിയ എന്ന് പറയുന്നത്. ഭയങ്കര റിച്ച് ഇൻ ഹിസ്റ്ററിയും അതേപോലെ തന്നെ ഒത്തിരി കാര്യങ്ങൾ പറയാനുള്ള ഒരു മനോഹരമായിട്ടുള്ളൊരു രാജ്യമാണ് ബൾഗേറിയ. ഇവിടുത്തെ മെയിൻ സിറ്റീസ് എന്ന് പറയുന്നത് ബൾഗേറിയയിൽ സോഫിയ ക്യാപിറ്റൽ, പിന്നെ ഇന്നലെ നമ്മൾ പോയ പ്ലോവ്ഡിവ്, പിന്നെ നമ്മുടെ ബ്ലാക്ക് സീയുടെ സമീപത്തായിട്ട് ഒരു സിറ്റിയുണ്ട്, പിന്നെ അങ്ങനെ കുറേ നഗരങ്ങളുണ്ട്, സിറ്റീസ്, പിന്നെ സ്കീയിങ് റിസോർട്ടുകൾ, സ്കീയിങ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ, അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള കുറേ സമ്മറിലും വിൻ്ററിലും വന്നു കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന വലിയ ക്രൗഡഡ് അല്ലാത്ത വളരെ സിമ്പിളായിട്ടുള്ളൊരു രാജ്യമാണ് ബൾഗേറിയ എന്ന് പറയുന്നത്. റോഡുകൾ കംപ്ലീറ്റ് ഇതുപോലെ കേട്ടോ, കല്ലുകൾ വിരിച്ചിരിക്കുന്ന റോഡുകളാണ്. നമ്മുടെ നാട്ടിൽ ഇൻ്റർലോക്കൊക്കെ ഇടുന്ന പോലെ തന്നെ ഇവിടെ സംതിങ് ഡിഫറെൻ്റ് ആയിട്ടുള്ള കല്ലുകളാണ് പല സ്ഥലത്തും ഇട്ടിരിക്കുന്നത്. കെട്ടിടങ്ങളാണെങ്കിലും എല്ലാം പ്രത്യേക തരത്തിലുള്ള കെട്ടിടങ്ങളും മറ്റുമൊക്കെയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു മോസ്ക് ഉണ്ട്, ആ മോസ്ക് പോയി കാണാം. പക്ഷെ എൻ്റെ പൊന്നെ, ഇതൊക്കെ എത്ര വർഷം പഴക്കമുള്ള കെട്ടിടങ്ങളായിരിക്കും അല്ലേ ഇത്? ആ ബിൽഡിംഗ് കണ്ടോ, റെഡ് കളറ്, അത് വേറെ കളറ്, ഇതൊക്കെ വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടങ്ങളാണ്. ഇതിൻ്റെയൊക്കെ അടിയിലേക്ക് എന്തൊക്കെയോ ഉണ്ടല്ലോ. ഇതെന്താ ഇതിൻ്റെയൊക്കെ അടിയിൽ എന്താ സംഭവം? എനിക്ക് പോലീസുകാർ ഹോംലെസ്സുകാരെ ഓടിക്കാനായിട്ട് എന്തൊക്കെയോ പരിപാടിയൊക്കെയാണ്. എനിക്ക് തോന്നുന്നു ഇത് അണ്ടർ പാസ് ആണെന്ന് തോന്നുന്നു. ഇത് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകാനുള്ള അണ്ടർ പാസ്സാണ്. ഈ ഒരു ബിൽഡിങ് നോക്ക്, വാവ്. ഞാൻ മാപ്പിൽ നോക്കിയപ്പോഴത്തേക്കിന് ഇത് നാഷണൽ അസംബ്ലി ഓഫ് ബൾഗേറിയ എന്നാണ് കാണുന്നത്. അങ്ങനെയാണ് ഇത് ഇവരുടെ പാർലമെൻറ്റ് മന്ദിരമായിരിക്കാനാണ് സാധ്യത. നാഷണൽ അസംബ്ലി ഓഫ് ബൾഗേറിയ, ഓ മൈ ഗോഡ്. ഇനി അതാണോ ഇത്? എൻ്റെ ദൈവമേ, അതെ, ഇത് നാഷണൽ അസംബ്ലിയാണ്. അതായത് ഇവരുടെ ഗവൺമെൻറ് ബിൽഡിംഗ് ആണ് ഈ കാണുന്നത്. പണ്ട് ഇത് ഗവൺമെൻറ് ബിൽഡിംഗ് ആവുന്നതിന് മുമ്പായിട്ട് ഇത് പണ്ട് ബൾഗേറിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസായിരുന്നു, ആസ്ഥാനമായിരുന്നു ഇത്. പണ്ട് ഇതൊക്കെ ആ ഒരു സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിട്ട് ആ ഒരു സമയത്ത് കമ്മ്യൂണിസം നിലനിന്നിരുന്ന സ്ഥലമാണ് ഈ ബൾഗേറിയയും അൽബേനിയയും ഒക്കെ. അൽബേനിയയിലൊക്കെ കമ്മ്യൂണിസം തുടച്ചു നീക്കിയ കഥയൊക്കെ ഞാൻ പണ്ട് അൽബേനിയ പോയപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ പണ്ടത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആസ്ഥാനമായിരുന്ന ഈ കെട്ടിടമാണ് ഇപ്പോൾ ഇവിടുത്തെ ബൾഗേറിയൻ അസംബ്ലി എന്ന് പറയുന്നത്. ഇത് ഏതോ ഒരു സെയിൻറ്റ് ജോർജ്
ചർച്ചാണെന്നാണ് ഞാൻ മാപ്പിൽ നോക്കിയപ്പോൾ കാണുന്നത്. പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞാൽ ചർച്ച എന്ന് പറയുമോ എനിക്കറിയില്ല. എത്ര വലിപ്പമുണ്ടെന്നറിയോ ഈ ബിൽഡിങ്ങിന്? 2, 3, 4, 5, 6 ഏകദേശം ഒരു 7-8 നില കെട്ടിടത്തിൻ്റെ ഉയരമുണ്ട് ഈ കെട്ടിടങ്ങൾക്കൊക്കെ. യെസ് മക്കളെ, ഞാൻ ആ ചർച്ച് കണ്ടുപിടിച്ചു. എന്താണെന്നറിയോ, ഈ കെട്ടിടമല്ല ചർച്ച്, ഇതിൻ്റെ അകത്താണ് നമുക്ക് ആ ഒരു സെയിൻറ്റ് ജോർജ് റോത്തുന്ത ചർച്ച് എന്ന് പറയുന്ന ആ ഒരു ചർച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എൻ്റെ പൊന്നെ, ഇതൊരു 4th സെഞ്ച്വറിയിലെ ഒരു പള്ളിയാണ്. അതിൻ്റെ അവശിഷ്ടങ്ങളാണ് കണ്ടെടുത്തത് ഇവിടെ നമുക്ക് ഇത്തരത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് എനിക്ക് തോന്നുന്നു ഇതൊരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ്. പണ്ട് കാലത്തെ 4th സെഞ്ച്വറിയിലെ ചർച്ചാണ് ഈ കാണുന്നത്. വാ, അതിന് ചുറ്റിനുമുള്ള ഒരു കെട്ടിടമാണ്, പുതിയ കെട്ടിടമാണ് നമുക്ക് മറ്റൊന്ന് കാണുന്നത്. ആ ഒരു 4th സെഞ്ച്വറിയിലെ ആ ഒരു ചർച്ച് ഇവർ അതിമനോഹരമായിട്ട് ഇവിടെ ഇത്തരത്തിൽ എന്താ പറയുക എടുത്ത് വെച്ചിരിക്കുകയാണ്. ഹായ്, ഇവിടെ ഇങ്ങനെ എടുത്ത് ആ ഒരു മനോഹരമായിട്ട് അവരത് റിനോവേറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വാവ്, കൊള്ളാം അല്ലേ? ആ പണ്ടത്തെ പള്ളി ഉണ്ടല്ലോ, അത് തകർന്നടിഞ്ഞിരുന്ന ആ ഒരു പള്ളിയാണ്. അത് അവർ എടുത്തിട്ട് കണ്ടെത്തിയത്, എക്സ്കവേറ്റ് ചെയ്തെടുത്തത്. അത് അതേപോലെ തന്നെ റിനോവേറ്റ് ചെയ്ത് ചെറിയ രീതിയിലുമുള്ള മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ നോ ഫോട്ടോ എഴുതി വെച്ചിട്ടുണ്ട്, നോ ഫോട്ടോ. അതിൻ്റെ അകം ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. അതുപോലെ വന്നാലേ അത് മനസ്സിലാവുള്ളൂ, അത് രക്ഷയില്ല. അത് ആ ഒരു പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെ അത് അവരവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. അതൊരു പ്രത്യേക ഭംഗിയായിരുന്നു. ഇതൊക്കെ ഇവിടുത്തെ ഈ ടൂറിസ്റ്റുകൾക്ക് ദിശ കാണിക്കുന്നതിന് വേണ്ടി ഓരോരോ സ്ഥലങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന ഒരു ബോർഡായിരുന്നു. ആ ബോർഡ് പോലും ഇവിടുത്തെ സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ച് പണ്ടാരടക്കി വെച്ചിരിക്കുകയാണ്. കണ്ടില്ലേ? ഇതെനിക്ക് തോന്നുന്നു ഹോട്ടലോ എന്തോ സംഭവമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് മുമ്പിൽ ഒരു മനോഹരമായിട്ടുള്ളൊരു സ്റ്റാച്യു കാണാം. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സ്റ്റാച്യു ഓഫ് സെയിൻറ്റ് സോഫിയ എന്നുള്ളൊരു സ്റ്റാച്യു ആണത്. അതായത് സോഫിയ എന്ന് പറയുന്ന ഒരു നഗരം നമ്മളിപ്പോൾ കണ്ടില്ലേ, ആ ഒരു സോഫിയ ചർച്ച്, ആ ഭാഗത്തുള്ള സോഫിയ ചർച്ച് കത്തീഡ്രൽ, ആ ഒരു സോഫിയ കത്തീഡ്രലിനെ നോക്കി നിൽക്കുന്ന സ്റ്റാച്യു ഓഫ് സെയിൻറ്റ് സോഫിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് ആക്ച്വലി സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ആ ഒരു പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ മുമ്പിലായിട്ടാണ്. അപ്പോൾ ഇവിടുത്തെ മനോഹരമായിട്ടുള്ളൊരു സ്ക്വയർ, അവിടെയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്ന മോസ്ക് സ്ഥിതി ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം അടിപൊളി ഒരു കിടിലൻ ഏരിയയാണിത്, സ്റ്റാച്യു ഓഫ് സെയിൻറ്റ് സോഫിയ. ഇവിടെയൊക്കെ കുറച്ച് സുവനീർ ഷോപ്പുകളും മറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്താ പറയുക, കാണുമ്പോൾ നമുക്ക് കുറച്ച് പേടിയൊക്കെ തോന്നി ഇവിടുത്തെ അണ്ടർപാസിലേക്കും മറ്റുമൊക്കെ വരുമ്പോഴത്തേക്കിനുവേ. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. ഹായ്, അവയോ നല്ല അടിപൊളി സുവനീറുകളൊക്കെ ഉണ്ടല്ലോ ഇവിടെ. നേരത്തെ ഒരെണ്ണം വാങ്ങിച്ചായിരുന്നു. നമ്മളൊരെണ്ണം വാങ്ങിച്ചു കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴാണ് നല്ല അടിപൊളി സുവനീറുകൾ വേറെ കാണുന്നത്. നോക്കട്ടെ. വാട്ട് ഈസ് ദിസ്? Okay, so you don't have other bell, only ceramic you have? Only ceramic. Only ceramic, okay, fine. So this is how much? 12 left. Discount? No discount. No discount? No, fixed price. Fixed price? Yes. Okay. 12 left. Card, Okay. cash? Cash. Cash, 12 left. Okay. ഇവിടേക്കുള്ള പ്രശ്നം എന്താണെന്നറിയോ, ഇവിടെയൊക്കെ പുറത്ത് കുറച്ച് നേരം നടന്നു കഴിഞ്ഞാൽ നമുക്ക് മൂത്രമൊഴിക്കാൻ മുട്ടും. ഈ മൂത്രമൊഴിക്കാൻ മുട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മൂത്രമൊഴിക്കാൻ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ പബ്ലിക് ടോയ്ലറ്റ് കാണാൻ ഭയങ്കര പാടാണ്. ഇനി അഥവാ കണ്ടാൽ €1 ഒക്കെ കൊടുക്കേണ്ടി വരും മൂത്രമൊഴിക്കാൻ പോകാനായിട്ട്. €1 എന്ന് പറഞ്ഞാൽ 189-90 രൂപ €1 എന്ന് പറഞ്ഞാൽ. ഇവർക്കത് വലിയ കാര്യമില്ലായിരിക്കും, പക്ഷെ നമുക്കത് വലിയ കാര്യമാണ്. ഇവിടെ നമുക്ക് എന്തൊക്കെയോ ഇതേപോലെയുള്ള പഴയ കുറേ എക്സ്കവേറ്റ് ചെയ്തെടുത്തിരിക്കുന്ന കുറേ സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. മനോഹരമായിട്ടുള്ള കുറേ സംഭവങ്ങൾ, അതൊക്കെ ഇങ്ങനെ താന്നിരിക്കുന്ന സ്ഥലമാണ്. അതായത് പണ്ടത്തെ എക്സ്കവേഷൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടികളാണ്. ഇതിനടിയിലൊക്കെ മെട്രോ ഉണ്ട്, കണ്ടില്ലേ? ഇതൊക്കെ മെട്രോ സ്റ്റേഷനിലേക്കുള്ള വഴികളാണ്. ആ പണ്ടത്തെ ആ ഒരു മോസ്കിൻ്റെ ഏരിയ ആണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ പണ്ട് ഈ ഒട്ടോമാൻ എംപയറിൻ്റെ കാലഘട്ടത്തിൽ കുറേയൊക്കെ അധിനിവേശം നടന്ന ഒരു നഗരമാണ്, അല്ലെങ്കിൽ നഗരം നല്ല രാജ്യമാണ് ഈ ഒരു ബൾഗേറിയ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഒരു മുസ്ലിം ഇൻഫ്ലുവൻസ് നമുക്ക് കുറച്ച് കാണാൻ സാധിക്കും. ബൾഗേറിയയുടെ ഒരു ജനസംഖ്യയിൽ ഏകദേശം 10% വരുന്ന ആളുകൾ ഇപ്പോഴും മുസ്ലിം മതവിശ്വാസികളാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് പഴയ പള്ളികളും അതുപോലെ തന്നെ ഇതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇതുപോലെയുള്ള പഴയ എക്സ്കവേഷൻസൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അത്തരത്തിലുള്ള ഒരു സംഭവമാണ് നമുക്കിവിടെ കാണുന്നത്. അവിടെ മേളിൽ കുറേ പഴയ കെട്ടിടങ്ങളും മറ്റു സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ആദ്യം ആ മോസ്ക് ഒന്ന് കണ്ടിട്ട് വരാം.
ബന്യ ബാഷി മോസ്ക് എന്നാണ് ഈ കാണുന്ന സോഫിയ സെൻട്രൽ മോസ്കിൻ്റെ പേരെന്ന് പറയുന്നത്. ഒട്ടോമാൻ്റെ കാലഘട്ടത്തിൽ 1566 ഈ ഒരു മോസ്ക് ഇവിടെ നിർമ്മിച്ചത്. ഒരു മിനാരയുള്ള ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു മോസ്കാണിത്. ഇതിനുള്ളിൽ കയറാൻ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല, നമുക്ക് പോയി നോക്കാം. അത് വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു പൈതൃക സ്മാരകം എന്നുള്ള രീതിയിൽ സംരക്ഷിച്ച് വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. ഒരു മിനാരയുള്ള മോസ്കുകൾ വളരെ അപൂർവമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. സാധാരണ നമുക്ക് മിനാരകൾ കുറേ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രയറിൻ്റെ സമയം ഒഴികെയുള്ള സമയങ്ങളിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ സാധിക്കും. ഇവിടുത്തെ പള്ളികളിലൊക്കെ നമുക്ക് ചെരുപ്പിട്ട് കയറാം എന്നുണ്ടെങ്കിലും മോസ്കിൽ നമുക്ക് ചെരുപ്പ് ഊരി വെച്ചിട്ട് വേണം കയറാനായിട്ട്. എന്തായാലും ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. നമുക്ക് ഉള്ളിൽ നിന്ന് കയറി നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത്, എങ്ങനെയാണുള്ളത്. ഇതാണ് പഴയ മോസ്കിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത്. ബ്യൂട്ടിഫുൾ അല്ലേ, മനോഹരമാണ് കേട്ടോ, ഒന്നും പറയാനില്ല, അടിപൊളി. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. വാവ്, എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. പുറത്ത് നോക്കുമ്പോൾ മനസ്സിലാവും ഇത്രയും മനോഹരമായിട്ടൊരു മോസ്കാണിതെന്ന്. ദിസ് ഈസ് വെരി ഓൾഡ്. ആ മോസ്കിൻ്റെ പുറത്ത് മൂത്രപ്പുര ഉണ്ടായിരുന്നു. എനിക്ക് അവിടെ കാര്യം സാധിക്കാൻ സാധിച്ചു. എന്തൊരു സുഖം. മൊത്തത്തിൽ ഞാനിപ്പോൾ ആക്ച്വലി ഈ സോഫിയ എന്ന് പറയുന്ന ഈ ഒരു നഗരവുമായിട്ട് ഞാനിപ്പോൾ ചെറിയൊരു ഇഷ്ടത്തിലായി വന്നിരിക്കുകയാണ്. എന്താ പറയുക, ഇത് വേറെ ലെവലാണ്, വേറൊരു ടൈപ്പാണ്. നമ്മൾ ഇത് ഇത്രയും നാളും കണ്ട പോലത്തെ രാജ്യങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരു രാജ്യമാണെന്നാണ് എനിക്കിവിടെ വന്നപ്പോൾ ഇത് മനസ്സിലായത്. ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെൻറ്റ്. എവിടെ റോഡ് ക്രോസ് ചെയ്യണമെങ്കിലും ഈ അണ്ടർപാസിൽ കൂടെ നടക്കണം, അതാണ് അവസ്ഥ. രാത്രിയായി കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് സേഫ്. യുണീക് ക്രെഡിറ്റ് ബൾഡ് ബാങ്ക്, ബൾഗേറിയയുടെ ബാങ്കാണ് ബൾഡ് ബാങ്ക്. മറ്റൊരു കത്തീഡ്രലാണ് അത്. കൊള്ളാമല്ലേ ആ മണി അടിക്കുന്ന ആ ഒരു പാറ്റേൺ. നൈസ്, അത് കൊള്ളായിരുന്നല്ലേ. കത്തീഡ്രൽ ഓഫ് സെയിൻറ്റ് നദേല്യ എന്നാണ് ആ കത്തീഡ്രലിൻ്റെ പേര്. അപ്പോൾ ഇവിടെ നമുക്കിനി റോഡ് ക്രോസ് ചെയ്യണം. പല കളറിലെ ടാക്സികളുണ്ടല്ലോ, പച്ച മഞ്ഞ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇതെന്താ യൂറോപ്പിലെ ഓട്ടോറിക്ഷയാണ് ഇത്. ബിറ മൊറെത്തി ക്രിസ്മസ് ഓട്ടോറിക്ഷയാണ് കേട്ടോ. ഇവിടെ വലിയ 2 സിംഹങ്ങളുടെ പ്രതിമകളൊക്കെ ആയിട്ട് നിൽക്കുന്ന ഈ ഒരു മനോഹരമായിട്ടുള്ള കെട്ടിടങ്ങളുണ്ടോ. ഇതെന്താണെന്നറിയോ, ഇത് സോഫിയയിലെ സിറ്റി കോർട്ടാണ്. സോഫിയ സിറ്റി കോർട്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഹൈക്കോർട്ട് പോലത്തെ ഇവരുടെ കോടതിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്, ഇവരുടെ കോടതി സമുച്ചയം. ഇത് ഇ സിഗരറ്റ്സ് ആൻഡ് ഇ ലിക്വിഡ്സ് എന്ന് പറഞ്ഞുകൊണ്ട് സിഗരറ്റും അതേപോലെ തന്നെ ഈ സിഗരറ്റുകളൊക്കെ വിൽക്കുന്ന കടകളാണ്. പിന്നെ ഇതുപോലെയുള്ള കുറേ ചെറിയ കുഞ്ഞി തട്ടുകടകളൊക്കെ നമുക്ക് ഇവിടെ എല്ലായിടത്തും കാണാൻ സാധിക്കും. പിസ്സ ഷോപ്പ്, എൻ്റെ അമ്മ പേടിച്ചു പോയി. കുഞ്ഞ് ട്രാം, നോക്കി, ചെറിയൊരു ട്രാം, കുഞ്ഞ് ട്രാമുണ്ട്, വലിയ ട്രാമുണ്ട്, എല്ലാം ഉണ്ട്. ഇനി നമുക്ക് ഇതുപോലെയുള്ള കുറേ പിസ്സ ഷോപ്പുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇറ്റലിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ പിസ്സ തിന്ന് നമ്മൾ തകർക്കും. ഇങ്ങനെ വാങ്ങിച്ച് ഇവിടെ പുറത്ത് നിന്ന് ഇങ്ങനെ ആൾക്കാർ ഇന്ന് കഴിക്കുന്നുണ്ടോ. അതേപോലെ തന്നെ ഇതൊക്കെ പിസ്സ ഷോപ്പുകളാണ്, കണ്ടില്ലേ. പിസ്സ ഷോപ്പ്, ജ്യൂസ് കടകൾ, അങ്ങനത്തെ കുറേ കടകൾ. നല്ല മണം. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടുത്തെ ഒരു ഹൈ സ്ട്രീറ്റിലെത്തി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹൈ സ്ട്രീറ്റ് എന്ന് പറയുമ്പോഴത്തേക്കിനും വാഹനങ്ങൾ കടന്നു പോകാത്ത, അപ്പുറത്തും ഇപ്പുറത്തും നടക്കാൻ മാത്രം സാധിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ളൊരു സ്ട്രീറ്റ് ആയിരിക്കും. ഇവിടെയാണ് യൂഷ്വലി ഇവിടെയുള്ള ആളുകൾ മൊത്തത്തിൽ രാത്രി ആകുമ്പോഴത്തേക്കിനും, ഈവനിങ് ആകുമ്പോഴത്തേക്കിനും ചിലവഴിക്കാൻ വരുന്നത്. ഈ ഹൈ സ്ട്രീറ്റിൽ നമുക്ക് ധാരാളം റെസ്റ്റോറൻറ്റുകളും പബ്ബുകളും ബാറുകളും അങ്ങനെ ഷോപ്പിങ്ങും അങ്ങനെയുള്ള പല പരിപാടികളും നമുക്ക് കാണാൻ സാധിക്കും. യൂറോപ്പിൻ്റെ ഒരു മെയിൻ ഒരു സംഭവമാണ് ഈ ഹൈ സ്ട്രീറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെയുള്ള ഒരു ഹൈ സ്ട്രീറ്റിലേക്കാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എവിടെയോ ആണ് ഞാൻ തപ്പി വന്ന ഒരു റെസ്റ്റോറൻറ്റ്. അത് ഇവിടുത്തെ ഒരു ഫേമസ് റെസ്റ്റോറൻ്റാണ്. ഏകദേശം ഒരു 10,000-ലധികം ഗൂഗിൾ റിവ്യൂസ് അതിനകത്തുണ്ടായിരുന്നു. റിവ്യൂസിൽ ഞാൻ വിശ്വസിക്കുന്നില്ല, പക്ഷേ എന്നിരുന്നാലും അത്രയധികം റിവ്യൂസ് ഉള്ളപ്പോൾ അതെന്തായാലും ഫേമസ് ആയിരിക്കുമല്ലോ. ഇല്ലാന്നുണ്ടെങ്കിൽ അത്രയും റിവ്യൂസ് ഒന്നും വരില്ലല്ലോ. സമയം 4 മണിയായതേ ഉള്ളൂ, ഇരുട്ടി തുടങ്ങി. മൊത്തത്തിൽ ആൾക്കാരൊക്കെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ റെസ്റ്റോറൻറ്റിലേക്ക് കയറി തുടങ്ങി. അപ്പോൾ ഇവിടെ എവിടെയോ ആണ് വിത്തോഷ്ക എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻ്റാണ് ഞാൻ തപ്പി വരുന്നത്. വിത്തോഷ്ക എവിടെയാണ് വിത്തോഷ്ക? ഇതങ്ങനെ നീണ്ടു ഇവിടെ നടക്കാം കേട്ടോ ഈ ഹൈ സ്ട്രീറ്റ്. ഒരു ഏകദേശം എനിക്കൊന്ന് 1 കിലോമീറ്ററോളം നീളമുണ്ട് അങ്ങേറ്റത്തേക്ക്. ഏതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ്? ഇവിടെ എവിടെയാണല്ലോ ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത്. സ്താസ്തിസ്ലിവസ്തയോ അങ്ങനെ എന്തോ പറഞ്ഞൊരു പേരിലാണ് ഞാൻ കണ്ടത്. സ്താസ്തിലിവസ്ത, ഇതാണോ സംഭവം? ഇതല്ലല്ലോ, സ്താസ്തിസ്തിലിവസ്ത. അതെവിടെ സ്താസ്തിസ്തിലിവസ്ത? നോക്കട്ടെ, സ്താസ്തിലിവസ്ത എവിടെയാണ്? സ്താസ്തിലിവസ്ത ഇനി ഇതാണോ? ഇതല്ലല്ലോ, ഇതാണെന്ന് തോന്നുന്നു കേട്ടോ കണ്ടിട്ട്.
സ്താസ്തിലിവസ്ഥ ഇതാണോ സ്താസ്തിലിവസ്ഥ? ഐ തിങ്ക് ദിസ് ഈസ് ദ വൺ. യെസ്, ലെറ്റ്സ് ഗോ ഇൻസൈഡ്. ഹായ്. Hi. Is this the restaurant here? This one? Yeah, it's there. Okay, okay. Thank you. ശരി, ഇതാണല്ലേ. നൈസ്. ലെറ്റ്സ് ഗോ ഇൻസൈഡ്. കൊള്ളാലോ. ഇത് വൺ സെറ്റപ്പ് ആണെന്ന് തോന്നുന്നില്ല. ഭയങ്കര റിവ്യൂ കണ്ട് കയറി വന്നു ഞാൻ. ഇത് ബഡാ സെറ്റപ്പ് ഹേ. ഇനി വെച്ചോക്കെ നല്ല ചൂടകത്ത് കയറി വന്നപ്പോഴത്തേക്ക്. വാവ്, നൈസ്. കൊള്ളാം. എപ്പോഴെങ്കിലും ഇരിക്കാമോ ആരെങ്കിലും പിടിച്ചിരുത്തുമോ എങ്ങനെയാണ്? ഞാൻ വന്നിരുന്ന ഉടനെ എനിക്ക് ഒരു ലോഡ് മെനു കാർഡ് കൊടുത്തു. നോക്കി 1 2 3 4 5 ഇത് വെച്ചിട്ട് ഞാൻ എങ്ങനെയാണ് ഓർഡർ ചെയ്യുക? ദൈവമേ, പെട്ട്. അങ്ങനെ എൻ്റെ ഫുഡ് എത്തിയിരിക്കുകയാണ്. ഞാൻ എന്തോ ഒരു സാധനം ലോക്കൽ എന്താണോ എന്ന് ചോദിച്ച് ഓർഡർ ചെയ്തതാണ്. അപ്പോൾ എന്തോ ഒരു സംഭവം കൊണ്ടുവന്നതിൻ്റെ പേരും എനിക്കറിയില്ല. ബീഫാണെന്ന് പറയാം. അപ്പോൾ ഐ മാറ്റ് അലക്സ്. ഹായ്. Hello. അലക്സ്. യെസ്, ഞാൻ കൗച്ച് സർഫിംഗ് വഴി പരിചയപ്പെട്ടാണ്. സോ ജസ്റ്റ് ഹാങ്ങിങ് ഔട്ട് ടുഗെദർ. സോ അലക്സ് ഈസ് വീഗൻ. അലക്സ് ഈസ് ഫ്രം ലിവർപൂൾ, UK. അലക്സ് ഇവിടെ പുതിയതായിട്ട് വന്ന ആളാണ്. ജസ്റ്റ് 1 week ആയതേ ഉള്ളൂ. ഈസ് എ ലാംഗ്വേജ് ടീച്ചർ. സോ ഹി കെയിം ഹിയർ ടു ടീച്ച് ഇംഗ്ലീഷ് in primary school. Yeah, in a language school to the young children. Young children, Yeah. okay. My Bulgarian is not very good. We will see. Okay. Yeah. Yes. അപ്പോൾ ഇന്ന് നമ്മൾ ഒരുമിച്ചാണ് ഫുഡ് കഴിക്കുന്നത്.